ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ആരംഭിക്കാം. തൊഴുതുകൊണ്ട് ഏവരും ഈ ഒരു പ്രാർത്ഥന ഏറ്റുചൊല്ലുക. ഹരേ കൃഷ്ണ നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ. കർമ്മഗ്രാഹ ഗൃഹീതാംഗം സമുദ്ധരഭവാർണവാൽ. ശ്രീമൽ ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി. സ്വീകൃതോസി മയാ നാഥ. മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവഥാ ത്വയാ. നിർവിഘ്നേനൈവ കർത്തവ്യ. ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ. ഏതൽ കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ. പുണ്യശ്രവണകീർത്തന. യദോത്തമോത്തമ ശ്ലോക. നാരായണ നമോസ്തുതേ. ഭവേ ഭവേ യഥാ ഭക്തി. പാദയോസ്തവ ജായത്തെ. തഥാ കുരുഷ്വ ദേവേശ. നാഥസ്ത്വം നോ യത പ്രഭോ. നാമസങ്കീർത്തനം യസ്യ. സർവപാപപ്രണാശനം.
പ്രണാമോ ദുഃഖശമന. തം നമാമി ഹരിം പരം. കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരക. വേദവേദ്യം പരം ബ്രഹ്മ. ഭാസതാം പുരതോ മമ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ. ശരണ്യേ ത്രയംബകേ ദേവി. നാരായണി നമോസ്തുതേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവത സുധയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏകാദശത്തിലെ 19ാമത്തെ അധ്യായം പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ആരംഭിക്കാം. ഗൂഗിൾ മീറ്റിലിരിക്കുന്നവരോടൊരു പ്രാർത്ഥന, ഏവരും പതിവ് പോലെ ക്യാമറയും മൈക്കും ഒന്ന് മ്യൂട്ട് ചെയ്ത് വയ്ക്കുക. എങ്കിൽ ശബ്ദവും ചിത്രവും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ശബ്ദവും ചിത്രവും വ്യക്തമാണ് എന്ന് തന്നെ കരുതുന്നു. ക്ലിയർ ആണല്ലോ അല്ലേ? ഹരേ കൃഷ്ണ നാരായണ. ആരംഭിക്കാം. 19ാമത്തെ അധ്യായം, ഏകാദശത്തിലെ 19ാമത്തെ അധ്യായം. ഈ അധ്യായം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താ വെച്ചാൽ, ഒരുപാട് ആശയങ്ങൾ ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് വേണ്ടതായ ചില പ്രധാനമായിട്ട് ചില ആശയങ്ങൾ ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അധ്യായം പാരായണം ചെയ്തിട്ട് സാരാംശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാൻ ഉവാച. യോ വിദ്യാശ്രുതസമ്പന്ന ആത്മവാൻ നാനുമാനിക. മായാമാത്രമിതം ജ്ഞാത്വാ ജ്ഞാനം ച മയി സംന്യസേര. ജ്ഞാനിനസ്ത്വഹമേവേഷ്ട സ്വാർത്ഥോ ഹേതുശ്ച സമ്മത. സ്വർഗശ്ചൈവാപവർഗശ്ച നാന്യോർത്ഥോ മതൃതേ പ്രിയാ. ജ്ഞാനവിജ്ഞാന സംസിദ്ധ പദം ശ്രേഷ്ഠം വിതുർമമ. ജ്ഞാനി പ്രിയതമോ തോ മേ. ജ്ഞാനേന സോഭിവർത്തിമാം. തപസ്തീർത്ഥ ജപോദാനം പവിത്രാണീതരാണി ച. നാലം കുർവന്തി താം സിദ്ധിം യാ ജ്ഞാനകലയാ കൃതാ. തസ്മാജ്ഞാനേന സഹിതം ജ്ഞാത്വാ സ്വാത്മാനമുദ്ധവ. ജ്ഞാനവിജ്ഞാനസമ്പന്നോ ഭജ മാം ഭക്തിഭാവിതാം. ജ്ഞാനവിജ്ഞാനയജ്ഞേന മാമിഷ്ട്വാത്മാനമാത്മനി. സർവയജ്ഞപതിം മാം വൈ സംസിദ്ധിം മനയോഗമൻ. ത്വയ്യുദ്ധവാശ്രയതി യസ്ത്രിവിധോ വികാരോ മായാന്തരാ പതതി. നാദ്യപവർഗയോര്യൽ ജന്മാതയോസ്യ യതമീതവതസ്യ കിം സ്യുത്. ആദ്യന്തയോർ യതസതോസ്തി തദേവ മധ്യേ. ഉദ്ധവ ഉവാച. ജ്ഞാനം വിശുദ്ധം വിപുലം യഥൈതത്. വൈരാഗ്യവിജ്ഞാനയുതം പുരാണം. ആഖ്യാഹി വിശ്വേശ്വര വിശ്വമൂർത്തേ. ത്വൽഭക്തിയോഗം ച മഹൽപിമൃഗ്യം. താപത്രയേണാപി ഹതസ്യ ഘോരേ. സംതപ്യമാനസ്യ ഭവാധ്വനീശ. പശ്യാമി നാന്യച്ഛരണം തവാഘ്രി. ദ്വന്ദ്വാതപത്രാത് അമൃതാഭിവർഷാത്. ദഷ്ടം ധനം സമ്പതിതം വിലേസ്മിൻ. കാലാഹിനാക്ഷുദ്രസ്സുഗോരുദർഷം. സമുദ്ധരൈനം കൃപയാപവർഗേർ. വജോഭിരാസിഞ്ച മഹാനുഭാവ.
ശ്രീഭഗവാൻ ഉവാച ഇത്തമേതത്പുരാ രാജ ഭീഷ്മം ധർമ്മഭൃതാംബര അജാതശത്രുപപ്രച്ഛ സർവേഷാം നോനുഷൃണ്വതാം നിവൃത്തെ ഭാരതേ യുദ്ധേ സുഹൃന്നിധന വിക്വല ഷുക്വാ ധർമാൻ ബഹൂൻ പശ്ചാത് മോക്ഷധർമാന പൃച്ഛതാം താനഹം തേ ഭിദാസ്യാമി ദേവപ്രതമുഖാശ്രുതാൻ ജ്ഞാനവൈരാഗ്യ വിജ്ഞാന ശ്രദ്ധാ ഭക്തിയുപബൃംഹിതാൻ നവൈകാദശ പഞ്ചത്രീൻ ഭാവാൻ ഭൂതേഷു യേന വൈ ഈക്ഷേതാധൈകമപ്യേഷു തജ്ഞാനം മമ നിശ്ചിതം ഏതദേവ ഹി വിജ്ഞാനം ന തഥൈകേന യേനയൽ സിത്യുൽപത്യപ്യയൻ പശ്യേത് ഭാവാനാം ത്രിഗുണാത്മനാം ആതാവന്തേ ച മധ്യേ ച സൃജ്യാൽ സൃജ്യം യതന്വയാൽ പുനസ്തൽപതി സംക്രാമേ യച്ഛിഷ്യേത തദേവ സൽ ശ്രുതിപ്രത്യക്ഷമൈതിഹ്യം അനുമാനം ചതുഷ്ടയം പ്രമാണേഷു അനവസ്ഥാനാൽ വികൽപാൽ സ വിരജ്യത്തെ കർമ്മണാം പരിണാമിത്വാദാവിനിഞ്ചാതമംഗളം വിപശ്യന്നശ്വരം പശ്യേത് അദൃഷ്ടം അഭിദൃഷ്ടവൽ ഭക്തിയോഗപുരൈവോക്ത പ്രിയമാണായ തേനഘ പുനശ്ച കഥയിഷ്യാമി മൽഭക്തേ കാരണം പരം ശ്രദ്ധാമൃതകഥായാം മേ ശശ്വൻ മതനുകീർത്തനം പരിനിഷ്ഠാ ച പൂജായാം സ്തുതിഭിസ്തവനം മമ ആദരപരിജന്യായാം സർവാംഗൈ അഭിവന്ദനം മൽഭക്ത പൂജാഭ്യതിക സർവഭൂതേഷു മന്മതേം മദർത്തേഷ്വംഗചേഷ്ടാ ച വചസാമദ്ഗുണേരണം മയ്യർപ്പണം ച മനസ സർവകാമവിവർജനം മദർത്ഥേ അർത്ഥപരിത്യാഗോ ഭോഗസ്യ ച സുഖസ്യ ച ഇഷ്ടം ദത്തം ഹുതം ജപ്തം മദർത്ഥം യൽ വ്രതം തപ ഏവം ധർമ്മേത്മനുഷ്യാണാം ഉദ്ധവാത്മനിവേദിനാം മയി സഞ്ജായത്തെ ഭക്തി കോന്യർത്ഥോസ്യാവിശേഷ്യത്തെ യദാത്മന്യർപ്പിതം ചിത്തം ശാന്തം സത്വോപബൃംഹിതം ധർമ്മം ജ്ഞാനം സവൈരാഗ്യം ഐശ്വര്യം ചാഭിപദ്യത്തെ യദർപ്പിതം തദ്വികൽപേ ഇന്ദ്രിയേ പരിധാവതി രജസ്വലം ചാസന്നിഷ്ടം ചിത്തം വിദ്ധി വിപന്യയം ധർമ്മോ മൽഭക്തിൽ പ്രോക്തോ ജ്ഞാനം ചൈകാത്മ്യദർശനം ഗുണേഷ്വസംഗോ വൈരാഗ്യം ഐശ്വര്യം ചാണിമാദയ ഉദ്ധവ ഉവാച യമക്കഥിവിത പ്രോക്തോ നിയമോ വാരികർശന കശ്യമ കോദമ കൃഷ്ണ കാത്തിതിക്ഷാ ധൃതി പ്രഭോ കിം ദാനം കിം തപസ് ശൗര്യം കിം സത്യം മൃതം ഉച്യത്തെ കസ്ത്യാഗ കിം ധനം ചേഷ്ടം കോ യജ്ഞക്കാച ദക്ഷിണ പുംസ കിം സിൽബലം ശ്രീമത് ഭഗോലാഭശ്ച കേശവാക്കാ വിദ്യാഹ്രീ പരാകാശ്രീ കിം സുഖം ദുഃഖമേവ ചാക്ക പണ്ഡിത കശ്യമൂർഘ കപ്പന്ധ ഉൽപധശ്ചക കസ്വർഗോ നരക കസ്യത് കോനു ബന്ധുരുത കിം ഗൃഹം കാഢ്യക്കോ ദരിദ്രോ വാ കൃപണക്കൈശ്വര ഏതാൻ പ്രശ്നാൻ മമ ബ്രൂഹി വിപരീതാംശ്ച സൽപഥയ ശ്രീഭഗവാൻ ഉവാച അഹിംസാ സത്യമസ്തേയം അസംഗോ ഹി അസഞ്ജയ ആസ്തിക്യം ബ്രഹ്മചര്യം ച മൗനം സ്ഥൈര്യം ക്ഷമാഭയം ശൗചം ച ബസ്തവോ ഹോമ ശ്രദ്ധാദിത്യം മദർശനം തീർത്ഥാടനം പരാർത്ഥേഹ തുഷ്ടി ആചാര്യസേവനം ഏതേ യമാസ്സ നിയമാ ഉഭയോർദ്വാദശ സ്മൃതാഃ പുംസാം ഉപാസിതാസ്താത യഥാ കാമം ദുഹന്തി ഹി ശമോ മന്നിഷ്ഠിതാ ബുദ്ധേ ദമ ഇന്ദ്രിയ സംയമ തിദിക്ഷ ദുഃഖ സംവർഷോ ജിഹ്വോപസ്തജയോ ധൃതേ ദണ്ഡം ന്യാസ പരം ദാനം കാമത്യാഗ തപസ്മൃതം സ്വഭാവ വിജയശൗര്യം സത്യം ച സമദർശനം ഹൃദം ച സോനൃതാവാണി കവിഭി പരികീർത്തിത കർമ്മസ്വസംഗമശൗചം ത്യാഗസംന്യാസ ഉച്യത്തെ ധർമ്മ ഇഷ്ടം ധനം നൃണാം യജ്ഞോഹം ഭഗവത്തമ ദക്ഷിണാ ജ്ഞാനസന്ദേശ പ്രാണായാമ പരംബലം ഭഗോമ ഐശ്വരോ ഭാവോ ലാഭോ മദ്ഭക്തിരുത്തമ
വിദ്യാത്മനി ഭിതാബാധോ ജുഗുപ്സാ ക്രീരകർമ്മസു ശ്രീഗുണാനൈരപേക്ഷ്യാദ്യ സുഖം ദുഃഖസുഖാത്തയ ദുഃഖം കാമസുഖാപേക്ഷ പണ്ഡിതോ ബന്ധമോക്ഷവൽ മൂർഘോ ദേഹാദ്യഹം ബുദ്ധി പന്ഥാമന്നിഗമസ്പുത ഉൽപ്പതശ്ചിത്തവിക്ഷേപ സ്വർഗസത്വഗുണോദയ നരകസ്തമ ഉന്നാഹോ ബന്ധുർഗുരുരഹം സഖേ ഗൃഹം ശരീരം മാനുഷ്യം ഗുണാഢ്യോ ഹ്യാഢ്യ ഉച്യത്തെ ദരിദ്രോ യസ്തു സന്തുഷ്ട കൃപണോ യോജിതേന്ദ്രിയ ഗുണേഷു സക്തധീരീശോ ഗുണസംഗോ വിപന്ദയ ഏതത് ഉദ്ധവത്തെ പ്രശ്ന സർവേ സാധു നിരൂപിതാഃ കിം വർണ്ണിതേന ബഹുന ലക്ഷണം ഗുണദോഷയോ ഗുണദോഷദൃശിദോഷോ ഗുണസ്തു ഭയവർജിത. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ഏകാദശസ്കന്ധേ ഏകോനവിംശതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാചിതചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. എത്രയും പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഭാഗവത പ്രേമികളെ, ഭഗവത് സ്വരൂപങ്ങളായ ഏവരെയും ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ ഇരുന്ന് മനസ്സാ നമസ്കരിക്കുന്നു, അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പിബത ഭാഗവതം, ഭാഗവത സുധയുടെ 40-ാം ഭാഗത്തിലേക്ക് എല്ലാവരെയും വളരെയധികം സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. മുക്തി എന്ന ലക്ഷണത്തെ പ്രകാശിപ്പിക്കുന്ന ഏകാദശ സ്കന്ധമാണ് ഈ സന്ദർഭത്തിൽ നാം കേട്ടുകൊണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ നാം ഏകാദശത്തിലെ 11-ാമത്തെ അധ്യായം വരെ കേട്ടു. തുടർന്ന് ഈ 11-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ അവിടെ പറയുന്നുണ്ട്, എന്താ പറയണ വെച്ചാൽ സത്സംഗത്തിലൂടെ ഭക്തിയെ വർദ്ധിപ്പിക്കണം എന്നാണ് പറയണത്. അപ്പോൾ ഈ സത്സംഗത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നൊരാഗ്രഹം ഉണ്ടായി. അപ്പോൾ ഈ സത്സംഗ മഹത്വത്തെയാണ് 12-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം കാണിക്കുന്നത്. പിന്നീട് ബ്രഹ്മത്തെ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ 12-ാമത്തെ അധ്യായം ഒന്ന് തുറന്നു വയ്ക്കൂ. ഗ്രന്ഥം കയ്യിലുള്ളവർ 12-ാമത്തെ അധ്യായം ഒന്ന് തുറന്നു വയ്ക്കുക. അവിടെ ശ്രദ്ധിക്കുക. നരോധയതി മാം യോഗോ ന സാഖ്യം ധർമ്മ ഏവച ന സ്വാധ്യായ തപസ്ത്യാഗ നേഷ്ടാപൂർത്തം ന ദക്ഷിണ വ്രതാനി യജ്ഞ ഛന്ദാംസി തീർത്ഥാനി നിയമായമാഹ യഥാവരുന്ധേ സത്സംഗ സർവസംഗാപഹോഹിമാം. ഇത് ഈ സത്സംഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്താച്ചാൽ നമുക്ക് യാഗം കൊണ്ടോ യജ്ഞം കൊണ്ടോ മറ്റ് കർമ്മങ്ങളെ കൊണ്ടോ ഒന്നും എളുപ്പത്തിൽ ഈ ഒരു തലത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്നാണ്. അപ്പോൾ അതിനേക്കാൾ ഒരു മഹത്വം ഈ സത്സംഗത്തിനുണ്ട്. അപ്പോൾ എന്താണ് ഈ സത്സംഗത്തിൻ്റെ മഹത്വം? സർവസംഗാപഹോഹിമാം. അപ്പോൾ സർവതരത്തിലുള്ളതായ സംഘദോഷങ്ങളെയും ഈ സത്സംഗം ഇല്ലാതാക്കി തീർക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും സംഘദോഷങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ സംഘദോഷങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി തീർക്കാൻ നല്ല ഒരു മരുന്ന്, വിശിഷ്യ ഈ കലികാലത്ത് നിർദ്ദേശിക്കാനുള്ള ഒരേ മരുന്ന് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ സത്സംഗം മാത്രമാണ്. ഈ സത്സംഗം കൊണ്ട് എന്നിലേക്ക് എത്തിയവർ ഒരുപാട് പേരുണ്ട്, കുറച്ചൊന്നുമല്ല, ഒരുപാട് പേരുണ്ട്. അതിൽ വിദ്യാധരന്മാരുണ്ട്, സിദ്ധന്മാരുണ്ട്, ചാരണന്മാരുണ്ട്, ഗുഹ്യകന്മാരുണ്ട്, ഋഷീശ്വരന്മാരുണ്ട്, രാക്ഷസന്മാരുണ്ട്, അസുരന്മാരുണ്ട്, പക്ഷിവർഗത്തിൽപ്പെട്ടവരുണ്ട്, മൃഗങ്ങളിൽപ്പെട്ടവരുണ്ട്.
അപ്പോൾ അനവധി പേര് ബഹവോ മൽപദം പ്രാപ്ത. അപ്പോൾ ചിലരെയൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഭഗവാൻ കൃഷ്ണൻ ഉദ്ധവരോട്. കാരണം അവരെ ഒന്നും എനിക്ക് മറക്കാൻ പറ്റില്ല എന്നാ. ശ്രദ്ധിക്കണേ. അപ്പോൾ അവരെ ഭഗവാന് മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എത്രത്തോളം മഹത്വമുള്ളവരാണ് അവർ എന്ന് നാം കരുതേണ്ടതാണ്. അപ്പോൾ ആരെയൊക്കെയാണ് ഭഗവാൻ മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് പേരെടുത്ത് പറയണത്? വിശ്വരൂപനെ കുറിച്ച് പറഞ്ഞു, വൃഷപർവാവിനെ പറഞ്ഞു, മഹാബലി എനിക്ക് മറക്കാൻ സാധിക്കില്ല. അതേപോലെയാണ് ബാണാസുരൻ എനിക്ക് വേണ്ടപ്പെട്ടവനാണ്. തീർന്നില്ല. അസുരശില്പിയായിരിക്കുന്ന മയൻ, ലങ്കാധിപതിയായിരിക്കുന്ന രാവണൻ്റെ അനിയനുണ്ട് വിഭീഷണൻ, എനിക്ക് പ്രിയപ്പെട്ടവനാണ് ആ ലങ്കാധിപതിയായിരിക്കുന്ന ആ രാക്ഷസനായ ആ വിഭീഷണൻ. പിന്നെ ഒരു കാലത്തും എനിക്ക് മറക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിത്വമുണ്ട്. അതാരാ? അത് മറ്റാരുമല്ല, സാക്ഷാൽ സുഗ്രീവനാണത്. സുഗ്രീവനെ എനിക്ക് മറക്കാൻ സാധിക്കില്ല. എൻ്റെ ഹൃദയമാണ് ആ ഹനുമാൻ. അതേപോലെ ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരാളാണ് പ്രിയപ്പെട്ടവനായ എൻ്റെ ജടായു. തീർന്നില്ല. ഗജേന്ദ്രൻ, അതുപോലെ സമ്പാദി, അതുപോലെ വൃന്ദാവനത്തിലെ ഗോപീജനങ്ങൾ, കിഷ്കിന്ധയിലുള്ള വാനരന്മാർ, ആ വൃന്ദാവനത്തിൽ അന്നുണ്ടായിരുന്ന യജ്ഞപത്നിമാർ. അപ്പോൾ എന്താ പറയണമെന്ന് വെച്ചാൽ ഇവരൊക്കെ എന്നെ തന്നെ വിചാരിച്ച് ഈ സത്സംഗത്തിലൂടെ എന്നിലേക്ക് എത്തിപ്പെട്ടവരാണ് ഈ പറഞ്ഞവർ മുഴുവൻ എന്നർത്ഥം. അപ്പോൾ ഇതാണ് ഈ സത്സംഗത്തിൻ്റെ ഒരു മഹത്വം. അപ്പോൾ ഉദ്ധവർ പറഞ്ഞു ഈ സത്സംഗത്തിലൂടെ ഭക്തി വർദ്ധിച്ചു. പക്ഷെ പലപ്പോഴും ഈ മനസ്സ് വിഷയങ്ങളായിട്ട് ഇടകലർന്നിരിക്കുകയാണത്. ഇപ്പോൾ ചിലതൊക്കെ വേണ്ടാച്ചാലും വീണ്ടും അത് അനുഭവതലത്തിൽ വരുന്നുണ്ട്. വേണ്ടാന്ന് അങ്ങനെ അങ്ങോട്ട് കളയാനൊന്നും ചിലപ്പോൾ പറ്റിക്കോളണമെന്നൊന്നുമില്ല. പലപ്പോഴും ഈ വികാരങ്ങളൊക്കെ ഈ മനസ്സിനെ വല്ലാതെ കണ്ട് ബാധിക്കുന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയവും മനസ്സും ഇടകലർന്നിരിക്കുക ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇടകലർന്നിരിക്കുന്ന ഈ വിഷയത്തെയും മനസ്സിനെയും എങ്ങനെയാണ് വേർതിരിച്ച് എടുക്കാനായിട്ട് സാധിക്കുക? അതിനുള്ള ഉത്തരമാണ് ഈ ഹംസാവതാരം. ഈ ഹംസം എന്ന പക്ഷിക്കൊരു പ്രത്യേകതയുണ്ട്. പാലും വെള്ളവും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ പക്ഷി എന്താ ചെയ്യുക വെച്ചാൽ ഈ പാല് വേറെ വെള്ളം വേറെ ആക്കിയിട്ട് മാറ്റും. അപ്പോൾ ഈ പാല് മാത്രം എടുത്ത് കുടിക്കും. അതിൽ ചേർത്തിരിക്കുന്ന വെള്ളം അവിടെ തന്നെ ബാക്കി വയ്ക്കും. അതാണ് ഈ ഹംസത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താ വെച്ചാൽ ഈ വിഷയവും മനസ്സും ഇടകലർന്നിരിക്കുന്നു. അപ്പോൾ ഈ ഇടകലർന്നിരിക്കുന്ന ഈ വിഷയത്തെയും മനസ്സിനെയും എങ്ങനെയാണ് വേർപിരിക്കാനായിട്ട് സാധിക്കുക? വഴിയുണ്ട് എന്ന് പറഞ്ഞു ഭഗവാൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വർത്തിക്കുന്നതായ ചില സംഗതികളുണ്ട്. അതെന്താ? ഇന്ദ്രിയങ്ങളാണ്. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളുടെ മുകളിൽ ഒരു നല്ലൊരു നിയന്ത്രണം നമുക്ക് വരുത്താൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് വേർപിരിക്കാം എന്ന് ഹംസാവതാര കഥയിലൂടെ ഭഗവാൻ ഉദ്ധവർക്കായിട്ട് വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ നല്ലൊരു ദൃശ്യം, ഇത് കണ്ണാകുന്ന ഇന്ദ്രിയത്തിലൂടെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്. ഒരു ശബ്ദം, ഇത് കാതാകുന്ന ഇന്ദ്രിയത്തിലൂടെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ നല്ലൊരു പദാർത്ഥം, ഇത് രസനേന്ദ്രിയത്തിലൂടെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്. ഉള്ളിൽ തോന്നുന്നതായ ഒരാശയം, ഇത് വാക്കാകുന്ന ഇന്ദ്രിയത്തിലൂടെ ബാഹ്യലോകത്തിലെത്തുന്നു, അതിലൂടെ അത് മനസ്സിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നല്ലൊരു നിയന്ത്രണം ഉണ്ടാവുക. അപ്പോൾ ഈ ഇന്ദ്രിയാദികളുടെ മുകളിൽ നല്ലൊരു നിയന്ത്രണം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ മനസ്സിനെ വേർപിരിക്കാം. എവിടെ നിന്ന് വേർപിരിക്കാം? വിഷയങ്ങളിൽ നിന്ന് വേർപിരിക്കാം എന്ന് അർത്ഥം. അപ്പോൾ ഉദ്ധവർ അടുത്തൊരു സംശയം ചോദിക്കുന്നുണ്ട് 14-ാമത്തെ അധ്യായത്തിൽ. എന്താ ഉദ്ധവർ ചോദിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം. അതിൽ 1-2 ശ്ലോകങ്ങൾ ശ്രദ്ധിക്കാം. വദന്തി കൃഷ്ണശ്രേയാംസി ബഹൂനി ബ്രഹ്മവാദിന തേഷാം വികൽപ്പ പ്രാധാന്യം ഉദാഹോ ഏകമുഖ്യത ഭവതോദാഹൃതസ്വാമിൻ ഭക്തിയോഗോ നപേക്ഷിത നിരസ്യ സർവതഃ സംഗം യേന ത്വയ്യാ വിഷയന്മന. എന്താച്ചാൽ ഇവിടെ ഉദ്ധവരുടെ ചോദ്യത, ഓരോരുത്തര് ഓരോരോ മാർഗത്തെയാണ് ശ്രേയോമാർഗമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു സംഗതിയെക്കുറിച്ച് ഒരു 10 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ 10 തരത്തിലേ പറയുള്ളൂ. അതാണ് അഭിപ്രായം. മതം എന്ന് വെച്ചാൽ അഭിപ്രായം.
അപ്പം ഈ വ്യത്യസ്തമായിരിക്കുന്ന ഈ മതങ്ങൾ ഉണ്ടാവാൻ എന്താ കാരണം? പല പല അഭിപ്രായങ്ങൾ ഉണ്ടാവാൻ എന്താ കാരണം? ഇപ്പം ഏതെങ്കിലും ഒരു സംഗതി തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഒരു 10 ആൾക്കാരോട് ചോദിച്ചാൽ ഉറപ്പാണ് എല്ലാവരും ഒരുപോലെയല്ല പറയുക വ്യത്യസ്തമായിരിക്കും. അവരുടെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങളാണ് അവർ പറയുക. എന്തുകൊണ്ടാണ് ഈ വ്യത്യസ്തമായ, ഇപ്പോൾ ചിലർ പറയാറുണ്ട് ഇന്ന മാർഗത്തിൽ പോവുക അതാണ് ശ്രേയസ് എന്ന്, അതായത് ധ്യാന മാർഗത്തിൽ പോയിക്കോളൂ എന്നാണ് ചിലരുടെ അഭിപ്രായം. എന്നാൽ ചിലർ പറയും അങ്ങനെയല്ല, ജ്ഞാനമാർഗ്ഗമാണ് ഏറ്റവും നല്ലതെന്ന് പറയും ചിലർ. എന്നാൽ ചിലർ പറയും എന്താ സാഖ്യ ആയിക്കോട്ടെ എന്ന് പറയും. എന്നാൽ ചിലർ പറയും, സാധാരണ നമ്മളെപ്പോലുള്ളവരൊക്കെ പറയും എന്താ വെച്ചാൽ ഏറ്റവും നല്ലത്, ഏറ്റവും എളുപ്പമുള്ളത്, ഏറ്റവും സുഖമുള്ളത്, ഏറ്റവും മധുരമുള്ളത് അത് ഭക്തിമാർഗ്ഗമാണ്. വിശിഷ്യ ഈ കലികാലത്ത് ഈ ഭക്തിമാർഗ്ഗമാണ് ഏറ്റവും സുഖമുള്ള ഏർപ്പാട് എന്നാണ് സാധാരണ നമ്മളെപ്പോലുള്ളവരൊക്കെ അഭിപ്രായം പറയുക. ഇതിപ്പോൾ ഒന്നും തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ആര് പറഞ്ഞ അഭിപ്രായവും തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ്, പ്രിയ ബന്ധുക്കളെ മനസ്സ് വയ്ക്കണേ, അപ്പോൾ ചോദ്യം എന്താ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഗതിയെക്കുറിച്ച് വ്യത്യസ്ത മതങ്ങൾ ഉണ്ടാവാൻ കാരണം, അഭിപ്രായങ്ങൾ ഉണ്ടാവാൻ കാരണം? അതിന് ഭഗവാന്റെ മറുപടി ഒന്ന് ശ്രദ്ധിക്കാം. എന്താണ് വാത്സല്യനിധിയായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന് പറയാനുള്ളത്? 7ാമത്തെ ശ്ലോകം നോക്കൂ. പുസ്തകമുള്ളവർ ശ്രദ്ധിക്കണേ. 14ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം നോക്കൂ. യാഭിർഭൂതാനി ഭിദ്യന്തെ ഭൂതാനാം മതയസ്തഥാ യഥാ പ്രകൃതി സർവേഷാം ചിത്രാവാച ശ്രവന്തി ഏവം പ്രകൃതി വൈചിത്ര്യാത് ഭിദ്യന്തെ മതയോ നൃണാം പാരമ്പര്യേണ കേഷാഞ്ചിൽ പാഖണ്ഡമതയോപരേ. എല്ലാവരിലും ഈ ഗുണം ഒരുപോലെയല്ല എന്നാണ്. ഇപ്പം എല്ലാവരിലും ഗുണങ്ങളുണ്ട്, അതായത് സത്വം, രാജസം, താമസം, ത്രിഗുണങ്ങൾ. ഇതിപ്പോൾ എല്ലാവരിലും ഉണ്ട്. എന്നാൽ എല്ലാവരിലും ഒരുപോലെയാണോ ഈ ഗുണങ്ങളുള്ളത്? അല്ല. ഓരോരുത്തരുടെ ഉള്ളിലും ഓരോ തരത്തിലാണ് ഈ ഗുണങ്ങൾ വർത്തിക്കുന്നത്. അതിൻ്റെ മാത്രയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ഗുണങ്ങളിലുള്ളതായിരിക്കുന്ന ആ ഒരു വ്യത്യാസം ബുദ്ധിയിൽ കാണിക്കും. ബുദ്ധിയിലുള്ളതായിരിക്കുന്ന വ്യത്യാസം സ്വഭാവത്തിൽ കാണിക്കും. സ്വഭാവത്തിലുള്ളതായിരിക്കുന്ന വ്യത്യാസം പറയുന്ന വാക്കുകളിൽ കാണിക്കും, അഭിപ്രായത്തിൽ കാണിക്കുന്ന അർത്ഥം. ആ അഭിപ്രായത്തിലുള്ളതായിരിക്കുന്ന വ്യത്യാസം ചെയ്യുന്ന പ്രവൃത്തികളിൽ കാണിക്കും. ആ കർമ്മത്തിലുള്ളതായിരിക്കുന്ന ആ ഒരു ഭേദം, ആ ഒരു വ്യത്യാസം അവസാനത്തെ രുചിയിലും കാണിക്കുന്നതാണ്. അപ്പോൾ രുചിഭേദം ഉണ്ടാവാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പോണ്ടത് അങ്ങേ അറ്റത്തേക്കാണ്. അപ്പോൾ അങ്ങേ അറ്റത്തുള്ളതായിരിക്കുന്ന ഗുണങ്ങളിലുള്ള വ്യത്യാസമാണ് ഇവിടെ ഏറ്റവും അവസാനത്തെ ഫലമായിരിക്കുന്ന ഈ രുചിയിൽ വ്യത്യാസം ഉണ്ടാവാൻ കാരണം എന്ന് നാം തിരിച്ചറിയുക. അപ്പോൾ ശ്രദ്ധിക്കണേ, ഒന്നായിരിക്കുന്ന ബ്രഹ്മം, ഒന്നായിരിക്കുന്ന ആ ഒരു ഈശ്വരൻ, ആ ഈശ്വരനെ ഓരോരോ ആചാര്യന്മാർ അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് കണ്ടു. അപ്പോൾ അവർ എങ്ങനെയാണോ കണ്ടത്, എങ്ങനെയാണോ അവർ മനസ്സിലാക്കിയത്, ആ മനസ്സിലാക്കിയതനുസരിച്ച് ശിഷ്യ പ്രശിഷ്യ പരമ്പരകളായിട്ട് വർണ്ണിച്ചുകൊണ്ട് കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ വ്യത്യസ്ത ആചാരങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ടായി, വ്യത്യസ്തമായിരിക്കുന്ന അനുഷ്ഠാനങ്ങളുണ്ടായി. എന്നാൽ എല്ലാവരും ആരാധിക്കുന്നത്, എല്ലാവരും ഭജിക്കുന്നത് ഒരേ ഈശ്വരനെയല്ലേ? അപ്പോൾ സംശയമൊന്നും വേണ്ട, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഭജിക്കുന്നത് ഒരേ ശക്തിയാണ്, ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഈശ്വരനല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ ചിലർക്ക് കൃഷ്ണനായിട്ട് കാണാൻ താല്പര്യം ഉണ്ടാവും, എന്നാൽ ചിലർക്കാണെങ്കിൽ രാമനായിട്ട് കാണാൻ താല്പര്യം ഉണ്ടാവും, ചിലർക്ക് ശിവനോടായിരിക്കും കൂടുതൽ അടുപ്പുണ്ടാവുക. അപ്പോൾ ഏതാണോ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത്, ശ്രദ്ധിക്കണേ, നമുക്ക് രുചിയായിട്ട് തോന്നുന്നത്, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതായ ആ മാർഗത്തിൽ ചലിച്ചു കൊള്ളുക എന്ന് അർത്ഥം. സർവോപരി ഭക്തി ഉണ്ടാവുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഭക്തി ഉണ്ടോ നമുക്ക്? ഇതൊന്ന് പരിശോധിക്കണ്ടേ? ഭക്തി ഉണ്ടോ ഇല്ലയോ എന്ന് ഇടയ്ക്കൊന്ന് പരിശോധിക്കണം. ഇനി ആരെയാണ് പരിശോധിക്കേണ്ടത്?
അടുത്തിരിക്കുന്ന ആരെയും പരിശോധിക്കാൻ പോകരുത്, വീട്ടിലുള്ള ആരെയും പരിശോധിക്കാൻ പോകരുത്. സ്വയം പരിശോധിക്കുക, അവരവരുടെ മനസ്സിനെ തന്നെ പരിശോധിക്കുക, ഭക്തിയുണ്ടോ ഇല്ലയോ എന്ന് സ്വയം പരിശോധിച്ചു കൊള്ളുക. അതിപ്പോൾ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? ഈ 14-ാമത്തെ അധ്യായം അതിനൊരു മാർഗം പറഞ്ഞിരുന്നുണ്ട്. കഥം വിന രോമഹർഷം ദ്രവതാചേതസാ വിനാ വിനാനന്ദാശ്രുകലയ ശുദ്ധിയേൽ ഭക്ത്യാ വിനാശയ. 23, 24 ഈ 2 ശ്ലോകങ്ങളെ ആധാരമാക്കിയിട്ട് ആ ശ്ലോകത്തിൻ്റെ ആശയമാണ് പറയുന്നത്. ഒന്നുകൂടെ വായിക്കാം, ശ്രദ്ധിക്കണേ. കഥം വിന രോമഹർഷം ദ്രവതാചേതസാ വിന വിനാനന്ദാശ്രുകലയ ശുദ്ധിയേൽ ഭക്ത്യാ വിനാശയ. വാഗ്ഗദ്ഗത ദ്രവതേ യസ്യ ചിത്തം രുതതി അഭീഷ്ണം ഹസതി ക്വചിച്ഛ വിലജ്ജ ഉൽഗായതി നൃത്യതേ ച മൽഭക്തിയുക്തോ ഭുവനം പുനാതി. ശ്രദ്ധിക്കും, ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത്, ശ്രീമദ് ഭാഗവതം കേൾക്കുമ്പോൾ, രാമായണം കേൾക്കുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണ് നിറയുണ്ടോ നോക്കുക. അങ്ങനെ കണ്ണ് നിറയുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കുക ഭക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ ഈശ്വരീയമായ സംഗതികൾ കേൾക്കുന്ന സമയത്ത് രോമാഞ്ചം വരുന്നുണ്ടോ നോക്കാം. അങ്ങനെ രോമാഞ്ചം വരുന്നുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കണം ഭക്തിയുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ അവിടെ എത്തുന്നത് വരെ പ്രയത്നിക്കുക. എത്ര കാലം വേണമെങ്കിൽ എടുത്തോട്ടെ, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ അവിടെ എത്തുന്നത് വരെ നമ്മുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു പ്രയത്നം ഉണ്ടാവണം എന്ന് താല്പര്യം. ശ്രദ്ധിക്കണേ. അതേപോലെ ഭഗവത് കഥകൾ പറയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, ഈശ്വരീയമായ കഥകൾ, വിഷയങ്ങൾ പറയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, പറയാൻ വാക്കുകൾ കിട്ടാതെ ഈ സംസാരിക്കുന്ന ആളുടെ ശബ്ദം നിന്ന് പോകുന്നുണ്ടോ നോക്കുക. ഒന്നും സംസാരിക്കാൻ പറ്റാതെ, ഒന്നും പറയാൻ കിട്ടാതെ ശബ്ദം അവിടെ നിന്ന് പോകുന്നുണ്ടോ നോക്കുക. അങ്ങനെ ശബ്ദം നിന്ന് പോകണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കണം ഈ പറയുന്ന ആൾക്ക് ഭക്തിയുണ്ട്. അല്ല, വാക്കുകൾക്കൊരു ദാരിദ്ര്യമില്ലാതെ നിർത്താതെ ഒരു നിശ്ചിത സമയത്ത് ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, പ്രിയ ബന്ധുക്കളെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഈ സംസാരിക്കുന്ന വ്യക്തി ഭക്തിയുടെ 7 അയലത്ത് പോലും എത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്വയം നമ്മെ വിലയിരുത്താനായിട്ട് സാധിക്കും. അതായത് ഭക്തിയുണ്ടോ ഭക്തിയില്ലയോ എന്ന് വിലയിരുത്താനായിട്ട് സാധിക്കും. ഭക്തി അതിൻ്റെ ആ മൂർധന്യത്തിൽ എത്തിക്കഴിഞ്ഞ അന്ന് ആ നിമി നവയോഗി സംവാദത്തിൽ പറഞ്ഞ ആശയം ഇവിടെ നിന്ന് ആവർത്തിക്കപ്പെടുന്നുണ്ട്. അറിയാതെ നമ്മുടെ ഈ ദേഹബോധം നഷ്ടപ്പെട്ടു പോവുകയാണ്. പിന്നെ ശരീരമാണുള്ള ബോധമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ കരയും, ചിലപ്പോൾ നൃത്തം വയ്ക്കും, ചിലപ്പോൾ വിങ്ങിപ്പൊട്ടും, ചിലപ്പോൾ മിണ്ടാണ്ടിരിക്കും, ചിലപ്പോൾ ഓടി ഇങ്ങനെ കളിക്കും. അപ്പോൾ ശരീരബോധമില്ലാതെ പ്രവർത്തിക്കുന്ന അർത്ഥം. ഇതൊക്കെ ആ ഭക്തി അതിൻ്റെ ആ മൂർധന്യ അവസ്ഥയിൽ വന്നു കഴിഞ്ഞുള്ളതായിരിക്കുന്ന ചില ഗുണങ്ങളാണ്. ആയതിനാൽ പ്രിയപ്പെട്ട ഉദ്ധവരെ, ഒന്നും ഒഴിവാക്കണമെന്ന് തൽക്കാലം പറഞ്ഞിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കുക. വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷു വിഷജ്ജതേ മാം അനുസ്മരതശ്ചിത്തം മയി ഏവ പ്രവിലീയതേ. ഏതൊരാളാണോ ഏത് സമയത്തും വിഷയങ്ങളെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ സദാ ഈ വിഷയങ്ങളെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം എത്തിപ്പെടുന്നത് നരകത്തിലാണ്. ലക്ഷ്യത്തിലെത്താൻ കുറച്ച് പ്രയാസം. എന്നാൽ വിഷയങ്ങളൊന്നും പൂർണ്ണമായിട്ടും ഇവിടെ ഉപേക്ഷിക്കാൻ തൽക്കാലം പറയുന്നില്ല. ഒരു കാര്യം ചെയ്യൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു സമയം എന്നെ ധ്യാനിക്കാനായിട്ട്, എന്നെ ഒന്ന് വിചാരിക്കാനായിട്ട് ഒന്ന് മാറ്റിവെച്ചൂടെ? അധികം വേണമെന്ന് പറയുന്നില്ല. അപ്പോൾ ചെറിയൊരു സമയം എന്നെ വിചാരിക്കാനായിട്ട് ഒന്ന് മാറ്റിവെക്കാൻ. അങ്ങനെ ചെയ്യണോ എങ്കിൽ ആ ചെറിയ സമയം കൊണ്ട് നമുക്ക് ആത്മാനന്ദത്തിലേക്ക് ഉയർന്നു പോകാനായി സാധിക്കും. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, എല്ലാം ഒരു സ്വപ്നതുല്യമായിട്ട് തന്നെ കരുതുക. എല്ലാം സ്വപ്നതുല്യമായിട്ട് കരുതിക്കൊണ്ട്
എന്താ വേണ്ടത് വെച്ചാൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക. ആ ഭഗവാനോട് ചേരാനായിട്ട് ശ്രമിക്കണം. മനസ്സിലാവണല്ലേ? എല്ലാവരും എത്രയും വേഗം ആ ഭഗവാനോട് ചേരാനായിട്ട് ശ്രമിച്ചിരിക്കണം എന്ന് അർത്ഥം. ഹരേ കൃഷ്ണ. നാരായണ. ശബ്ദത്തിന് എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടോ? നെറ്റ് പോയോ എന്ന് സംശയമുണ്ട്. കിട്ടുന്നുണ്ടല്ലേ? ഓക്കെ ശരി. ആയിക്കോട്ടെ. തുടരുന്നു. ഇവിടെ കരണ്ടും പോയി അതിൻ്റെ ഇടയ്ക്ക്. നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ. ഇനി അടുത്തതായിട്ട് പറഞ്ഞിരിക്കണം എന്താ വെച്ചാൽ ശ്രദ്ധിക്കാം. അടുത്തതായിട്ട് പറഞ്ഞു, നാം നമ്മുടെ ശ്രദ്ധയെ ആ ഭഗവാനിലേക്ക് നന്നായിട്ട് അടുപ്പിക്കണം. ആ ഭഗവാനിലേക്ക് ഈ ശ്രദ്ധയെ നന്നായിട്ട് അടുപ്പിക്കാനായിട്ട് എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നേരെ നമ്മുടെ ആ താല്പര്യത്തെ ഭഗവാനിലേക്ക് തിരിച്ചു വയ്ക്കുക. അതിന് ധ്യാനിക്കുന്നത് വളരെ നന്ന്. അപ്പോൾ ധ്യാനം എപ്പോഴും ശീലമാക്കി കൊണ്ടുവരിക എന്നർത്ഥം. നന്നായിട്ട് ധ്യാനിച്ചു കൊള്ളുക. അപ്പോൾ എന്താണ് ധ്യാനം? ആ ധ്യാനത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ഉദ്ധവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ 14-ാമത്തെ അധ്യായത്തിൻ്റെ പകുതിയിൽ അങ്ങോട്ടുള്ള ഭാഗത്തെ കൊണ്ട് ധ്യാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ധ്യാനയോഗത്തെക്കുറിച്ച് പറയുന്നു. അത് വിസ്തരിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നാം അന്ന് കാപിലേയം പറയുമ്പോൾ കപിലോപദേശം പറയുന്ന സമയത്ത് ധ്യാനത്തെ വിസ്തരിച്ചതാണ്. അതുകൊണ്ട് തൽക്കാലം ആ ഭാഗം എടുക്കുന്നില്ല. ശ്രദ്ധിക്കണേ. ഈ ധ്യാനത്തിലൂടെ പലതരത്തിലുള്ള സിദ്ധികളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കത്രേ. അപ്പോൾ എന്തൊക്കെയാണ് ഈ സിദ്ധികൾ? ഇവിടെ സംശയം വന്നു. ഈ സിദ്ധികൾ എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ്? ആ സിദ്ധികളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം. അപ്പോൾ ശ്രദ്ധിക്കുക. 15-ാമത്തെ അധ്യായത്തിൻ്റെ വിഷയം സിദ്ധികളാണ്. അപ്പോൾ സിദ്ധികൾ പലതരത്തിൽ: അണിമ, മഹിമ, മൂർത്തേ, ലഘിമ, പ്രാപ്തി ഇന്ദ്രിയേഹി, പ്രാകാമ്യം, ശ്രുതദൃഷ്ടേഷു. ഇങ്ങനെ പോണു ഈ സിദ്ധികൾ. മനസ്സിലാവുന്ന ഒരു ശൈലി പറയാം. ദേഹത്തെ വലുതാക്കാനുള്ള കഴിവ്, ദേഹത്തെ ചെറുതാക്കാനുള്ളതായിരിക്കുന്ന കഴിവ്, വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാനുള്ളതായിരിക്കുന്ന കഴിവ്, ആകാശത്തിലൂടെ പറക്കാനുള്ളതായിരിക്കുന്ന ഒരു കഴിവ്. ഇതൊക്കെ സിദ്ധികളിൽ പെട്ട തന്നെയാണ്. എന്നാൽ അതൊന്നും ആലോചിച്ച് നാം ഇപ്പോൾ തല പുകയ്ക്കുന്നതിൽ ഒരർത്ഥവുമില്ല. എന്നാൽ ഈ സിദ്ധികളൊക്കെ നമുക്കുണ്ടേനും. അപ്പോൾ എന്താണ് ഈ സിദ്ധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് വയ്ക്കണേ, ശ്രദ്ധിക്കണേ. ആ പൊതുവെ ഇല്ലാത്തതായിരിക്കുന്ന ഒരു ശക്തി, ഒരു കഴിവ്, എല്ലാവർക്കും ഇല്ലാത്തതായ ഒരു കഴിവ് ഒരു വ്യക്തിയിൽ കാണപ്പെടുമ്പോൾ അത് സിദ്ധിയായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ പാട്ട് പാടാൻ എല്ലാവർക്കും പറ്റുന്നില്ല, എന്നാൽ ചിലർക്ക് പാട്ട് പാടാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അത് സിദ്ധിയാണ്. നൃത്തം ചെയ്യാൻ എല്ലാവർക്കും പറ്റുന്നില്ല, എന്നാൽ ചിലർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അത് സിദ്ധിയാണ്. വർത്തമാനം പറയാൻ എല്ലാവർക്കും സാധിക്കുന്നില്ല, എന്നാൽ ചിലർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അത് സിദ്ധിയായിട്ടാണ് മാറുന്നത്. മനസ്സിലാക്കാം അല്ലേ? അപ്പോൾ ഈ പറഞ്ഞതിൽ ചില കഴിവൊക്കെ നമുക്കൊക്കെ ഉണ്ടല്ലോ. ഒന്നും എല്ലാവർക്കും ഉണ്ടാവില്ല. ചിലർക്ക് പാട്ട് പാടാനായിരിക്കാം, ചിലർക്ക് നൃത്തം വയ്ക്കാനാവാം, എന്നാൽ ചിലർക്ക് വർത്തമാനം പറയാനാവാം. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ തരത്തിലാണ് ഈശ്വരൻ കഴിവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളതായ ആ സിദ്ധി, ആ കഴിവ് എന്താണ് എന്ന് നാം സ്വയം തിരിച്ചറിയാം. ഒരുപക്ഷെ പാട്ട് പാടാനായിരിക്കാം, അല്ലെങ്കിൽ നൃത്തം വയ്ക്കാനായിരിക്കാം, അല്ലെങ്കിൽ സംസാരിക്കാനായിരിക്കാം. അപ്പോൾ എന്താണോ നമ്മുടെ അകത്തുള്ളതായിരിക്കുന്ന സിദ്ധി, കഴിവ്, ആ കഴിവിനെ സ്വയം തിരിച്ചറിഞ്ഞിട്ട് നാം വേണ്ടത് എന്താ വെച്ചാൽ ആ സിദ്ധിയെ ഈശ്വരോന്മുഖമാക്കിയിട്ട് മാറ്റുക. അപ്പോൾ ഈശ്വരങ്കിലേക്ക് തിരിച്ചു വയ്ക്കുക. അങ്ങനെ ഈശ്വരനോട് തിരിച്ചു വയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ യാതൊരു സംശയവും വേണ്ട, വളരെ 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 എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ ഭഗവാനോട് ചേരാൻ സാധിക്കും എന്ന് അർത്ഥം. ആ ഭഗവാനിലേക്ക് എത്താൻ സാധിക്കും എന്ന് അർത്ഥം. ഹരേ കൃഷ്ണ. ശ്രദ്ധിക്കണേ. ഇനി സിദ്ധികളെ നിങ്ങളാരും മോഹിക്കരുത് എന്നാണ് പറഞ്ഞത്. നിങ്ങളാരും സിദ്ധികളെ മോഹിക്കരുത്. ഈ 15-ാമത്തെ അധ്യായത്തിൽ അവസാന ഭാഗത്ത് പറഞ്ഞു, ഇനി ആരാണ് ഈ സിദ്ധികളുടെയൊക്കെ നാഥൻ? ഈ സിദ്ധികളുടെയൊക്കെ നാഥൻ ഞാൻ തന്നെയാണ്. അപ്പം ഞാനല്ലാതെ വേറൊന്നുമില്ല.
അപ്പോൾ നിങ്ങൾ ഈ സിദ്ധികളെ മോഹിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? സർവസിദ്ധികളുടെയും നാഥനായിരിക്കുന്ന എന്നിൽ തന്നെ മനസ്സിനെ നന്നായിട്ട് ഉറപ്പിച്ചു കൊള്ളുക എന്നാണ്. സർവസിദ്ധികളുടെയും നാഥനായ എന്നിൽ ഞാനാണ് ഉള്ളത്. ആ എന്നിൽ മനസ്സിനെ നന്നായിട്ട് ഉറപ്പിച്ചു കൊള്ളുക. ഒരു തരത്തിലുള്ള സിദ്ധിയിലും നിങ്ങളുടെ മനസ്സ് പോവരുത്. ചെറിയ ഒരു ഉദാഹരണം, ഈ ആശയത്തെ പറയാൻ വേണ്ടി മാത്രം ചെറിയ ഒരു ഉദാഹരണം പറയാം. ശ്രദ്ധിക്കണേ, ചെറിയൊരു ഉദാഹരണം. ഇപ്പോൾ പഴയ കാലത്തൊക്കെ ഈ കല്യാണം, ഇപ്പോൾ വീട്ടിലൊരു കല്യാണമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ വീട്ടിലൊരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഈ ബന്ധുക്കളൊക്കെ നേരത്തെ വരാറുണ്ട്. നേരത്തെ കാലത്തേ വരും. ഇന്നാണ് ആ മുഹൂർത്തത്തിന് പ്രത്യക്ഷപ്പെടുന്നതും ആ മുഹൂർത്തം കഴിയേണ്ട താമസം അപ്രത്യക്ഷപ്പെടുന്നതും. എന്നാൽ പണ്ടങ്ങനെയല്ല, വളരെ നേരത്തെ വരാറുണ്ട്. ബന്ധുക്കളുണ്ടാവും, അവരുടെ മക്കളുണ്ടാവും, മക്കളുടെ മക്കളുണ്ടാവും. ഒരാഴ്ച മുമ്പ് തന്നെ അവിടെ വന്ന് ഇങ്ങനെ കൂടും. എന്താ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരും വരുന്നത് ഇഷ്ടമാണ്. എന്നാൽ ഇന്ന് മനുഷ്യൻ്റെ മനസ്സ് വളരെയധികം സങ്കുചിതമായിക്കൊണ്ടിരിക്കുകയാണത്. ആർക്കും ആരെയും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അത് കാലത്തിൻ്റെ പ്രത്യേകതയാണത്. ആർക്കും ആരും വരുന്നതിനോടും താല്പര്യമില്ല, ആർക്കും എങ്ങോട്ടും പോകാനും താല്പര്യമില്ല. അതാണ് ഒരു അവസ്ഥ. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു വീട്ടിൽ ഒരു വലിയൊരു തറവാട്ടിൽ ഒരു കല്യാണം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരാഴ്ച മുമ്പേ ആൾക്കാരിങ്ങനെ വരും, ബന്ധുക്കളൊക്കെ വരും. അപ്പോൾ ഒരുപാട് മക്കളുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ ഈ കുട്ടികളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓടി 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 കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ കുറേ ആൾക്കാർ വരണമുണ്ട്. ഒരുപാട് സംഭാരങ്ങളൊക്കെ അവിടെ തയ്യാറാക്കി വെക്കണം. അതായത് സദ്യയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ തയ്യാറാക്കി വെക്കണം. ഇതൊക്കെ സൂക്ഷിക്കുന്നതായ ഒരു മുറിയുണ്ട്. ആ മുറിക്ക് പറയുക കലവറ എന്നാണ് പറയുക. ഇതിപ്പോൾ പ്രത്യേകിച്ച് പഴയ ആൾക്കാർക്കൊക്കെ ഇത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ കലവറ സൂക്ഷിക്കാനായിട്ട് കുറച്ച് ഉത്തരവാദിത്വമുള്ള ഒരാളെ വേണം ഏൽപ്പിക്കാൻ. ഏതെങ്കിലും ഒരാളെയൊന്നും ഈ കലവറ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നല്ല ഉത്തരവാദിത്വമുള്ള ഒരാളെ വേണം ഈ കലവറ സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിക്കാൻ. ശ്രദ്ധിക്കാം. അപ്പോൾ അങ്ങനെ ഈ കുട്ടികളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ ഒരു കുട്ടി പതുക്കെ ഈ കലവറക്കാരൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, അമ്മാവാ, ഇതിനകത്ത് കുറച്ച് വറുത്തുപ്പേരി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു, കുറച്ച് വറുത്തുപ്പേരി എനിക്ക് തരുമോ? അപ്പോൾ ചെറിയൊരു കുട്ടിയല്ലേ ചോദിക്കണത്. ഈ കൊച്ചു കുട്ടികളങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കാണ്ടിരിക്കുക? അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ വേഗം അകത്ത് പോയി കുറച്ച് നല്ലോണം എടുത്ത് നല്ലോണം വാരി അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിനക്ക് മാത്രമല്ല കേട്ടോ, നിൻ്റെ കൂട്ടുകാർക്കൊക്കെ കുറേശ്ശെ കുറേശ്ശെ കഴിക്കാൻ കൊടുക്കണേന്നും പറഞ്ഞു. അവനെ വിട്ടു. ഇത് കണ്ട് വേറൊരു കുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, അമ്മാവാ, എനിക്ക് ഇതിനകത്ത് 2 പഴം തരുമോ എന്ന് ചോദിച്ചു. സന്തോഷമായി അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു 4-5 പഴം ഒന്നിച്ചെടുത്തുകൊണ്ടും 4-5 പഴം ഒന്നിച്ചെടുത്തിട്ട് അവൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നീയും നിൻ്റെ കൂട്ടുകാരും കൂടി കഴിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞു. ഇത് കണ്ട് വേറൊരു കുട്ടി അവിടെ വന്നിട്ട് എന്തോ ലഡു ചോദിച്ചു. ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരിക. ഈ കലവറക്കാരനെ പതുക്കെ ഇന്നത്തെ ഭാഷ പറഞ്ഞ ഒന്ന് സോപ്പിടുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി പോവുക. ഇതെല്ലാം ഒരു മിടുക്കനായിരിക്കുന്ന ഒരു പയ്യൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു കുട്ടി ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മഹാസമർത്ഥനാണ് അവൻ. അവൻ എന്ത് ചെയ്തു വെച്ചാൽ പതുക്കെ ഈ കലവറക്കാരൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റി കൂടി ഒന്നിങ്ങനെ വട്ടം കറങ്ങി. എന്നിട്ട് ഈ കലവറക്കാരൻ അവനോട് ചോദിച്ചു, കുട്ടാ, നിനക്കെന്താ വേണ്ടത് മിടുക്ക, പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മാവാ, എനിക്ക് ഇതിൻ്റെ താക്കോൽ ഇങ്ങോട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഈ കലവറയുടെ താക്കോൽ ഇങ്ങോട്ട് തന്നാൽ മതി. എത്ര സമർത്ഥന നോക്കൂ. ആ താക്കോല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാളോട് ചോദിക്കണോ അത് വേണം ഇത് വേണം അത് വേണം ഇത് വേണം എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാം അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞു. അതേപോലെ ദേവൻ്റെ അടുത്ത് പോയിട്ട് അത് വേണം, അങ്ങനെ ഉണ്ടാവട്ടെ, ആ സിദ്ധി ഉണ്ടാവട്ടെ, അതുണ്ടാവട്ടെ, ഇങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പറയണതിന് പകരം ഒറ്റ വാക്ക് പറയാം, ഹേ ഗുരുവായൂരപ്പ, നാരായണ, അങ്ങ് എൻ്റെ കൂടെ വരണേ, എനിക്ക് അങ്ങേ മതി, എനിക്ക് അങ്ങല്ലാണ്ട് വേറൊന്നും വേണ്ട എന്നും പറഞ്ഞ് ഒന്ന് തൊഴുത് നമസ്കരിച്ച് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ആ ഭഗവാൻ നമ്മോടൊപ്പം വരും. ആ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കും. അങ്ങനെ സർവ്വതും ആ ഭഗവാനായിട്ട് ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് താല്പര്യം. ആ ആശയം ഒന്നുകൂടി ഉറപ്പിക്കാനാണ് വിഭൂതി യോഗം പറയുന്നത്. 16-ാമത്തെ അധ്യായം വിഭൂതി മാർഗ്ഗമാണ്. ഗീതയിലൊക്കെ വളരെയധികം വിസ്തരിക്കേണ്ടത് അതന്നെയാണ് ആശയം ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിഭൂതികൾ ഇവിടെ പറഞ്ഞത്? അതാണ് നാം ചിന്തിക്കേണ്ടത്.
അപ്പോൾ ഇവിടെ പറയണം എന്താ വെച്ചാൽ ഭഗവാൻ വ്യക്തമായിട്ട് ഉദ്ധവർക്ക് പറഞ്ഞു കൊടുത്തു. പണ്ട് അർജുനന് പറഞ്ഞു കൊടുത്തു അതേ ശൈലിയിൽ തന്നെ പറഞ്ഞു കൊടുത്തു. വീരന്മാരിൽ അർജുനൻ ഞാനാണ്, വേദങ്ങളിൽ സാമം ഞാനാണ്, കുതിരകളിൽ ഉച്ചൈശ്രവസ് ഞാനാണ്, ഐരാവതം ഗജങ്ങളിൽ ഐരാവതം ഞാനാണ്, വൃക്ഷങ്ങളിൽ ആല് ഞാനാണ്, ഇങ്ങനെ ഒരുപാട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണം കുതിരകളിൽ ഉച്ചൈശ്രവസ് ഞാനാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? ആ വിഭാഗത്തിൽപ്പെട്ട ഏതിനെ കണ്ടു കഴിഞ്ഞാലും, ഏത് കുതിരകളെ കണ്ടു കഴിഞ്ഞാലും അപ്പോൾ കരുതുക അത് ഉച്ചൈശ്രവസ്സാണ് എന്ന് കരുതുക. എന്നിട്ട് ഭജിക്കുക. എന്താ വെച്ചാൽ ഉച്ചൈശ്രവസ് ഞാനാണ്. ഏത് ആനയെ കണ്ടു കഴിഞ്ഞാലും അതെന്താണത്രേ ഐരാവതാണെന്ന് വിചാരിക്കുക. എന്നിട്ട് തൊഴുക, നമസ്കരിക്കുക, അതായത് ഭജിക്കുക. മാനസികമായിട്ട് ആരാധിക്കുക എന്നർത്ഥം. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഐരാവതാര ഞാനാണ്. ആ ഭാവത്തിൽ കണ്ട പിന്നെ പ്രാണിയെ ഉപദ്രവിക്കാൻ തോന്നില്ല. അതേപോലെ വൃക്ഷങ്ങളിൽ ആല് ഞാനാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൽത്തറ കാണാം. ആലിനെ തൊഴാറുണ്ട്, ആലിനെ പ്രദക്ഷിണം വയ്ക്കാറുണ്ട്, ആലിനെ നമസ്കരിക്കാറുണ്ട്, ത്രിമൂർത്തികളുടെ സാന്നിധ്യം ആലിലുണ്ട് എന്നൊക്കെ പറയാറുണ്ട്, അല്ലേ? ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു 10 ദിവസം ഈ ആലിനെ തൊഴുത് പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാം ക്രമത്തിൽ നമ്മുടെ മനസ്സിനെ ഉയർത്തണം. ഏത് തലത്തിലേക്ക് എത്തിക്കുക? ശ്രദ്ധിക്കണേ, ആ ആലിൽ മാത്രമല്ല ഈശ്വരനുള്ളത്. ആ ആലിനെ എത്ര ഭവ്യതയോട് കൂടിയിട്ടാണോ, ആരാധനാബുദ്ധിയോട് കൂടിയിട്ടാണോ നാം കാണുന്നത്, അതേ ഭാവം ആരിലും ഉണ്ടാവുക. തൊട്ടടുത്തുള്ള വാഴയിലുണ്ടാവുക, കവുങ്ങിലുണ്ടാവുക, തെങ്ങിലുണ്ടാവുക, പ്ലാവിലുണ്ടാവുക. ചുരുക്കം പറഞ്ഞാൽ മാം ഏവ സർവഭൂതേഷു, ഞാൻ മാത്രമാണ് ഈ സകല ഭൂതങ്ങളുടെയും അകത്തും പുറത്തും ഒരേപോലെ പ്രകാശിക്കുന്നത് എന്ന ഉറച്ച ബോധത്തോടു കൂടിയിട്ട് സർവ്വതിനെയും ഈശ്വരമയമായി കണ്ടുകൊണ്ട് എല്ലാറ്റിലും ആ പരമേശ്വരൻ കുടികൊള്ളുന്നുണ്ട്, ആ ഭഗവാനുണ്ട് എന്ന ബോധത്തോടു കൂടിയിട്ട് ഉചിതമായ രീതിയിൽ പെരുമാറുക എന്നർത്ഥം. ശ്രദ്ധിക്കണേ, എന്താ ഉചിതമായ രീതിയിൽ പെരുമാറുക എന്ന് പറയുന്നത്? ഇപ്പോൾ മുതിർന്നവരെ കണ്ടാൽ തൊഴുക, നമസ്കരിക്കുക. സമപ്രായക്കാരായിരിക്കുന്നവരോട് നല്ലൊരു കൂട്ടുകെട്ടിൽ ഏർപ്പെടുക. തന്നേക്കാൾ പ്രായം കുറവുള്ളവരെ കണ്ട സ്നേഹത്തോടു കൂടിയിട്ട്, വാത്സല്യത്തോടു കൂടിയിട്ട് അവരോട് പെരുമാറുക. അതാണ് ഈ ഉചിതമായ രീതിയിൽ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്രകാരം വിഭൂതി യോഗത്തിലൂടെ ആ ഒരു ആശയം വ്യക്തമാക്കി. 17, 18 ഈ 2 അധ്യായങ്ങളിൽ വർണ്ണ ആശ്രമധർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ 2 അധ്യായത്തെ കൊണ്ട് 4 വർണ്ണങ്ങളുണ്ട്, 4 ആശ്രമങ്ങളുണ്ട്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, 4 വർണ്ണങ്ങൾ. ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം, ഈ 4 ആശ്രമങ്ങൾ. അപ്പോൾ വർണ്ണങ്ങളുടെയും ആശ്രമങ്ങളുടെയും ധർമ്മത്തെയൊക്കെ അവിടെ വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുത്തു. പിന്നീട് ഉദ്ധവർക്ക് അറിയേണ്ടത് എന്താ വെച്ചാൽ ഈ ജ്ഞാനത്തെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞു. അദ്ദേഹം 19ാമത്തെ അധ്യായത്തിൽ ഭഗവാനോട് തന്നെ ചോദിക്കേണ്ട ജ്ഞാനം എന്താണ്, വിജ്ഞാനം എന്താണ്, വൈരാഗ്യം എന്താണ്? അപ്പോൾ എന്താ ചോദ്യം? ജ്ഞാനം എന്താകുന്നു, വിജ്ഞാനം എന്താകുന്നു, വൈരാഗ്യം എന്താകുന്നു, അതേക്കുറിച്ച് കൂടുതലായിട്ട് ഒന്ന് പറഞ്ഞു തരണം എന്നാണ്. മനസ്സ് വയ്ക്കണേ. അപ്പോൾ എന്താണ് ജ്ഞാനം, എന്താണ് വിജ്ഞാനം, എന്താണ് വൈരാഗ്യം? എളുപ്പത്തിൽ പറയാം. ഒരു വസ്തുവിനെക്കുറിച്ച് ഒരു ബോധം വന്നു കഴിഞ്ഞാൽ, ഒരു സാമാന്യ അറിവ് വന്നു കഴിഞ്ഞാൽ അത് ജ്ഞാനമായിട്ട് മാറി. അതേ വസ്തുവിനെക്കുറിച്ച് സൂക്ഷ്മമായ അറിവ് വന്നു കഴിഞ്ഞാൽ അത് വിജ്ഞാനമായിട്ട് മാറി. ഇതൊന്നുമായിട്ട് ബന്ധമില്ലാതെ, ഈ വിഷയങ്ങളായിട്ട് ബന്ധമില്ലാതെ പരിപൂർണമായിട്ടും ഈശ്വരനോട് അടുക്കാനുള്ളൊരു മനസ്സുണ്ടാവുകയാണെങ്കിൽ അത് വൈരാഗ്യമായിട്ട് മാറി. വൈരാഗ്യം എന്ന് വെച്ചാൽ രാഗം ഇല്ലാത്ത അവസ്ഥ. രാഗം എന്ന് പറഞ്ഞാൽ എന്താ? അടുപ്പം. അപ്പോൾ രാഗം ഇല്ലാത്ത അവസ്ഥയാണ് ഈ വൈരാഗ്യം എന്ന് പറഞ്ഞത്, രാഗാദികളില്ലാത്ത അവസ്ഥ. അപ്പോൾ രാഗാദികൾ വെച്ചാൽ എല്ലാം വിട്ടു. രാഗാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഗ, ദ്വേഷ, മത, മത്സര, അസൂയ, ഇങ്ങനെ എണ്ണിയ ഒടുങ്ങാത്ത അത്രയുണ്ട്. ഇതെല്ലാം വിട്ട് ആ ഈശ്വരനോട് ചേരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വൈരാഗ്യമായിട്ട് മാറിയെന്ന് അർത്ഥം. അപ്പോൾ എളുപ്പത്തിൽ പറഞ്ഞതേ ഉള്ളൂ, അടുപ്പമില്ലാത്ത അവസ്ഥ എന്ന്. അതായത് വിഷയങ്ങളോട്. അപ്പോൾ അടുപ്പമില്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ സംശയമാവും, എന്നാൽ ഈശ്വരനോടും അടുപ്പമില്ലാത്ത അവസ്ഥയായ അത് വൈരാഗ്യമാവുമെന്ന് സംശയമാവും.
അതാണ് ഇവിടെ ഒന്നുകൂടി വ്യക്തമാക്കിയത്, വിഷയങ്ങളായിട്ട് അടുപ്പമില്ലാത്തത്. അതുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞു രാഗാദികൾ എന്ന് പറഞ്ഞു. അതുവെച്ചാൽ രാഗാദികൾ എന്ന് പറഞ്ഞാൽ രാഗ, ദ്വേഷ, മത, മത്സര, അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത അവസ്ഥ. അതിനെയാണ് ഈ വൈരാഗ്യം എന്ന് പറയുക. അപ്പോൾ ഈ ജ്ഞാനവിജ്ഞാനാദികളെ സമ്പാദിച്ചു കഴിഞ്ഞാൽ താനേ വരുന്ന ഒന്നാണ് വൈരാഗ്യം എന്ന് തിരിച്ചറിയുക, മനസ്സിലാക്കിക്കൊള്ളുക. ശരി, ഇത് വളരെ വ്യക്തമാക്കി കൊടുക്കേണ്ട ഭഗവാൻ എങ്ങനെയാ വെച്ചാൽ, പണ്ട് ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തിലാണ് ഈ 19-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഉദാഹരണ സഹിതം പറഞ്ഞു. ഇപ്പോൾ ഒരു മോതിരം ഉണ്ടെന്ന് വിചാരിക്കാം, സ്വർണ്ണമോതിരം. ഈ സ്വർണ്ണമോതിരം കണ്ടു കഴിഞ്ഞാൽ അത് സ്വർണ്ണമോതിരമാണ് എന്ന് മനസ്സിലായാൽ, ശ്രദ്ധിക്കണേ, ഒരു മോതിരം കണ്ടാൽ അത് സ്വർണ്ണമോതിരമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനമായി. എന്നാൽ അത് സത്യത്തിൽ സ്വർണം മാത്രമാണ്. മോതിരം എന്ന് പറയുന്നത് ആകൃതിക്കാണ്. അപ്പോൾ ആകൃതിയെ വിളിക്കുന്ന പേരാണ് ഈ മോതിരം. ഇത് ഉരുക്കിക്കഴിഞ്ഞ വളയോ പൊട്ടോ മാലയോ എന്ത് വേണമെങ്കിലും ആക്കാം എന്ന ബോധ്യം എന്ന് മനസ്സിലായി കഴിഞ്ഞാലോ, ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിജ്ഞാനമായിട്ട് മാറി. അപ്പോൾ ഇതാണ് ഈ ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ളതായിരിക്കുന്ന ഒരു വ്യത്യാസമാണത്. അവർ ഈ ഉദാഹരണം പറയുന്നത് ആ വ്യത്യാസത്തെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ജ്ഞാനം, എന്താണ് വിജ്ഞാനം, എങ്ങനെയാണ് ഇവയെ തമ്മിൽ തിരിച്ചറിയുക എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഉദാഹരണത്തിന് വേണ്ടി മാത്രം ലളിതമായ ശൈലിയിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാൾക്ക് ഒരു വാഹനം ഓടിക്കാനായിട്ട് അറിയാമെന്ന് വിചാരിക്കുക. അതിന് വേണ്ടതായിരിക്കുന്ന ഔദ്യോഗിക രേഖകളൊക്കെ കൈവശമുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ലൈസൻസൊക്കെ കയ്യിലുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വാഹനം ഓടിക്കാം. അങ്ങനെ വാഹനം നിയന്ത്രിച്ച് പോകുന്ന വഴിയിൽ അത് കേടുവന്നു വിചാരിക്കാം. അപ്പോൾ കേടുവന്ന സാങ്കേതിക വിദഗ്ധര് വരേണ്ടി വരും നേരെയാക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിന് ഇത് നിയന്ത്രിക്കാൻ, അതിൻ്റെ സാരഥ്യം മാത്രമേ അറിയുള്ളൂ എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ശ്രദ്ധിക്കണേ, അതിൻ്റെ അർത്ഥം എന്താ, ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ജ്ഞാനമുണ്ട്. എന്നാൽ ഈ സാരഥിക്ക് അതിൻ്റെ സാങ്കേതിക വശവും കൂടി അറിയുമെന്ന് വിചാരിക്കുക, ടെക്നിക്കൽ വേർഷൻ. ഈ സാരഥിക്ക് അതിൻ്റെ സാങ്കേതിക വശവും കൂടി അറിയാം, കേടുവന്ന നേരെയാക്കാനും കൂടി അറിയാം. അതിന് തകരാറ് എന്താ വെച്ചാൽ അത് കണ്ടുപിടിച്ച് കൃത്യമായിട്ട് അത് നേരെയാക്കാൻ കൂടി അറിയുമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ആ വ്യക്തിക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിജ്ഞാനമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഗ്രന്ഥം, ഇപ്പോൾ നമ്മളെല്ലാവരും ഈ സന്ദർഭത്തിൽ നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ ഗ്രന്ഥം, ഇത് എന്താണ് എന്ന് ചോദിച്ചാൽ ശ്രീമദ് ഭാഗവതം. അപ്പോൾ എന്താണ് ഈ ഭാഗവതം? ശ്രീകൃഷ്ണ ഭഗവാന്റെ അനേക കഥകൾ പറയുന്ന ഒരു പുസ്തകമാണ് ശ്രീമദ് ഭാഗവതം എന്ന് മനസ്സിലായാൽ സാമാന്യേനയുള്ളതായ ഒരു ജ്ഞാനമായിട്ട് മാറി. എന്നാൽ ഇതെന്താന്ന് ചോദിച്ചാൽ ആവോ എന്ന് പറഞ്ഞ് കൈമലർത്തിയാലോ അത് അജ്ഞാനാണ്. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അജ്ഞതയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ കൃഷ്ണകഥകൾ പറയണതാണ് എന്ന് മനസ്സിലാക്കിയ സാമാന്യനുള്ള ജ്ഞാനായി, പക്ഷെ വിജ്ഞാനമായിട്ടില്ല. എന്നാൽ കഥാപുസ്തകമാണോ അത്? അല്ല. വെറും കഥകളാണോ അവിടെ പറയണത്? ഒരിക്കലും അല്ല. അപ്പോൾ ഈ കഥകളൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത് ചില ആശയങ്ങളെ മാനവ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാനാണ് എന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിജ്ഞാനമായിട്ട് മാറി. അപ്പോൾ ഇതാണ് ഈ ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ളതായ അന്തരം. അപ്പോൾ ജ്ഞാനം എന്താണ്, വിജ്ഞാനം എന്താണ് എന്ന് ഭഗവാൻ കൃഷ്ണൻ ഉദ്ധവർക്കായിട്ട് അവിടെ വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുത്തു. വൈരാഗ്യത്തെക്കുറിച്ചും പറഞ്ഞ് കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഉദ്ധവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായി. ഈ ഒരു അധ്യായം പറഞ്ഞിട്ട് തൽക്കാലം നമുക്ക് ഈ ഭാഗം അവിടെ നിർത്താം. 19-ാമത്തെ അധ്യായം ശ്രദ്ധിക്കണേ. അടുത്ത സംശയം എന്താ വെച്ചാൽ 28-ാമത്തെ ശ്ലോകം ഒന്ന് ശ്രദ്ധിക്കൂ. എല്ലാവരും ഒന്ന് നോക്കൂ. 28-ാമത്തെ ശ്ലോകം നോക്കൂ. 28 മുതൽക്ക് യമ കഥിപിത പ്രോക്ത നിയമോ വാരികർശന കശമ കോദമ കൃഷ്ണ കാതിതിക്ഷ ധൃതി പ്രഭോ കിം ദാനം കിം തപശൗര്യം കിം സത്യം ഋതം ഉച്യത്തെ കസ്ത്യാഗ കിം ധനം ചേഷ്ടം കോ കസ്ത്യാഗ കിം ധനം ചേഷ്ടം കോ യജ്ഞ
കാച ദക്ഷിണ പുംസക്കിംസിത് ബലം ശ്രീമൻ ഭഗോലാഭശ്ച കേശവ കാ വിദ്യാക്തി പരാകാ ശ്രീ കിം സുഖം ദുഃഖമേവച. ഇങ്ങനെ പോണു. എല്ലാ ശ്ലോകവും വായിക്കുന്നില്ല. 32ാമത്തെ ശ്ലോകം വരെ ചോദ്യങ്ങളാണ്. 28 മുതൽ 32 വരെ ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൽ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കാം. ഭഗവാൻ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് ചിലതൊക്കെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. സൗകര്യപ്പെടുകയാണെങ്കിൽ ഈ അധ്യായം 19ാമത്തെ അധ്യായം വ്യാഖ്യാനം വെച്ചിട്ട് ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഒരുപാട് ആശയങ്ങൾ, ഇത് നല്ല ഏകാദശം മുഴുവൻ തന്നെ ഒരുപാട് ആശയങ്ങൾ ഈ ഏകാദശത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഉദ്ധവരുടെ ഈ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ, ഇത് ക്രമത്തിൽ പറയല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുതേ. ക്രമത്തിൽ പറയണമല്ല, ഇവിടെ പെട്ടെന്ന് തോന്നുന്ന പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇവിടെ ഉദ്ധവരുടെ ചോദ്യത്തിൽ ഒരു ചോദ്യം എന്താ വെച്ചാൽ, യമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. 12ഓളം കാര്യങ്ങൾ ജീവിതത്തിൽ തികയുമ്പോഴാണ് യമമായിട്ട് മാറുന്നത്. അപ്പോൾ ഏതൊക്കെ 12 എണ്ണം? 33ാമത്തെ ശ്ലോകം നോക്കുക. ശ്ലോകം വായിക്കുന്നില്ല, ഈ പറയുന്ന വാക്കുകളൊക്കെ ശ്ലോകത്തിൽ കാണാം. അഹിംസ. അഹിംസ വെച്ചാൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ആരെയും ഉപദ്രവിക്കാതിരിക്കുക, സത്യത്തെ പാലിക്കുക. പിന്നീട് അസ്തേയമാവട്ടെ മനസ്സ് എന്നാണ്. സ്തേയം എന്ന വാക്കിന് കളവ് എന്നർത്ഥം. അപ്പോൾ അസ്തേയം എന്ന് വെച്ചാൽ കളവില്ലാത്ത അവസ്ഥയിലേക്ക് ഈ മനസ്സ് ഉയരട്ടെ. അസംഗ എന്ന് പറഞ്ഞു. സംഗ എന്ന് വെച്ചാൽ ചേർച്ച. അപ്പോൾ അസംഗ എന്ന് പറഞ്ഞാൽ ചേർച്ചയില്ലാത്ത അവസ്ഥ. അപ്പോൾ ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു ചേർച്ചയൊന്നും വേണ്ട. ഹ്രീ എന്ന വാക്കിന് ലജ്ജ എന്നാണ് അർത്ഥം. അപ്പോൾ അത് ഉണ്ടാവട്ടെ. അസഞ്ചയ, അടുത്ത പദമാണ് അസഞ്ചയ. സഞ്ചയ എന്ന ശബ്ദം കൊണ്ട് അർത്ഥാക്കണം എന്താ വെച്ചാൽ ശേഖരണ ബുദ്ധി എന്നാണ്. അപ്പോൾ അസഞ്ചയ വെച്ചാലോ ഈ വിഷയങ്ങൾ ശേഖരിക്കാനുള്ളതായിരിക്കുന്ന ബുദ്ധി ഉള്ളിൽ ഇല്ലാതെ തീരട്ടെ. ആസ്തിക്യ, ആസ്തികനാവണം എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും നാസ്തികനാവരുത്. ആരായിത്തീരുക? ആസ്തികനായി തീരുക. അപ്പോൾ ആസ്തിക എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ ശ്രദ്ധയും വിശ്വാസവും ഉണ്ടാവുക എന്നർത്ഥം. നാസ്തികന്മാരെന്ന് വെച്ചാൽ ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ട് നടക്കുന്നവരെയാണ് ഈ നാസ്തികന്മാരെന്ന് പറയാം. അപ്പോൾ ആസ്തിക്ക് ഉണ്ടാവുക. പിന്നെ വേണ്ടത് ബ്രഹ്മചര്യമാണ്. ബ്രഹ്മചര്യം ഉണ്ടായിരിക്കണം. മൗനം പാലിക്കണം, പക്ഷെ ആവശ്യത്തിന് മാത്രം സംസാരിച്ച് ശീലിക്കുക. ധൈര്യം ഉണ്ടാവുക, മനോധൈര്യം നല്ലോണം ഉണ്ടാവുക. പിന്നെ വേണ്ടത് ക്ഷമയുണ്ടാവണം, അഭയ ബുദ്ധി ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ ജീവിതത്തിൽ തികഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ മനസ്സിലാക്കുക, യമം തികഞ്ഞു എന്നർത്ഥം. ഇനി അടുത്തത് നിയമം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ചില സംഗതികൾ ജീവിതത്തിൽ ഉണ്ടാവുക. തൊട്ടടുത്ത ശ്ലോകം നോക്കിക്കോളൂ. ശൗചം, ശുചിത്വം ഉണ്ടാവുക. 2 ശുചിത്വമുണ്ട്. ഒന്ന് ദേഹശുദ്ധിയുണ്ട്, അടുത്തത് മനഃശുദ്ധിയുണ്ട്. ഇത് രണ്ടും ഉണ്ടായിരിക്കണം. പിന്നെ ജപ, തപ, ഹോമ, ശ്രദ്ധ, ആതിഥ്യ, മത് അർച്ചന, തീർത്ഥാടന, പരാർത്ഥേഹ, തുഷ്ടി, ആചാര്യ സേവനം. ഇതൊക്കെ നിയമത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ശുചിത്വം ഉണ്ടാവുക, ജപ തപ ഹോമ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സമ്പ്രദായം ഉണ്ടാവണം എന്നർത്ഥം. പിന്നെ ശ്രദ്ധ ഉണ്ടാവുക, ഈശ്വരങ്കല് നല്ല ശ്രദ്ധ ഉണ്ടാവുക. ആതിഥ്യ മര്യാദ നല്ലോണം ഉള്ളിലുണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞതാ, തൊട്ട് മുമ്പ് നാം സൂചിപ്പിച്ചത് ഈ വിഷയം അല്ലേ. വെച്ചാൽ അതിഥികളെ സൽക്കരിക്കാൻ, സ്വന്തം ഭവനത്തിൽ വരുന്നവരോട് മാന്യമായിട്ട് പെരുമാറാൻ നാം ശീലിച്ചിരിക്കണം, പഠിച്ചിരിക്കണം. സ്വന്തം ഭവനത്തിൽ വരുന്നവരോട്, ആ സ്വന്തം ഭവനത്തിൽ വരുന്നത് ആര് തന്നെയാണെങ്കിലും അവർ ഈശ്വരൻ്റെ പ്രതീകങ്ങളാണ്. ആ ഭാവത്തിൽ കണ്ടുകൊണ്ട് അവരോട് നല്ല രീതിയിൽ പെരുമാറാൻ നമുക്ക് സാധിച്ചിരിക്കണം. അത് ആരും ആയിക്കോട്ടെ, ചിലപ്പോൾ ശത്രുക്കളാവാം, എന്നാൽ പോലും ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ഗുരുവായൂരപ്പനാണ്. ആ ഭാവത്തിൽ കണ്ട് അവരെ വേണ്ട രീതിയിൽ സൽക്കരിക്കുക, നോക്കാം. പിന്നെ അർച്ചനാബോധം ഉണ്ടായിരിക്കണം. തീർത്ഥാടനം, ഇടയ്ക്ക് നല്ല നല്ല സങ്കേതങ്ങളിലൊക്കെ പോവുക. എന്തിനീ തീർത്ഥാടനം? തീർത്ഥീകരണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ത്യാഗങ്ങളൊക്കെ ഒരുപാട് സഹിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു സുഖമൊന്നും അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. എങ്കിലും ഈ കേന്ദ്രങ്ങളിലൊക്കെ ഒന്ന് ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിന് നല്ല സുഖമുണ്ടാവും. പിന്നെ അന്യസമ്പത്ത് കാക്ഷിക്കാതിരിക്കുക, നല്ല സന്തോഷം ഉണ്ടാവുക, മനസ്സിൽ എപ്പോഴും നല്ല ഒരു സന്തോഷം ഉണ്ടാവുക. ഗുരുനാഥങ്കിൽ ഭക്തി ഉണ്ടാവുക, സേവാബുദ്ധി ഉണ്ടാവുക.
അപ്പോൾ ഇത്രയും തികഞ്ഞു കഴിഞ്ഞാൽ അത് നിയമങ്ങളായിട്ട് മാറി എന്ന് അർത്ഥം. അപ്പോൾ ഈ യമവും നിയമവും ശ്രദ്ധയോടുകൂടിയിട്ട് പാലിക്കപ്പെടേണ്ടതാണ് എന്ന് ഒരിക്കൽ കൂടി ഭഗവാൻ അവിടെ സ്പഷ്ടമാക്കി. അത് കഴിഞ്ഞ് ശമം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ശമം എന്ന് വെച്ചാലോ, ശമോ മന്നിഷ്ഠത ബുദ്ധി. 36-ാമത്തെ ശ്ലോകം. ഇനി ശ്ലോകം നമ്പർ പറയുന്നില്ല. 33 മുതൽ ഈ അധ്യായ അവസാനം വരെയുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ തൽക്കാലം ഉദ്ധരിച്ച് സംസാരിക്കുന്നത്. ശ്രദ്ധിക്കുക. ശമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരങ്കൽ അർപ്പിതമായിരിക്കുന്ന ബുദ്ധി എന്നർത്ഥം. അപ്പോൾ ദമം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണത്ര ദമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദമ ഇന്ദ്രിയ സംയമ. ഇപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ഈ ഇന്ദ്രിയങ്ങളെ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ദമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദമം ഉണ്ടായിരിക്കണം. തിതിക്ഷ ഉണ്ടാവണം എന്ന് പറഞ്ഞു. തിതിക്ഷ ദുഃഖസമ്മർഷ. അപ്പോൾ തിതിക്ഷ ഉണ്ടാവണം, ക്ഷമയുണ്ടാവണം. ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹനശീലാണ്, സഹനശക്തിയാണ്. അപ്പോൾ രണ്ടും ഒരുപോലെ, സന്തോഷവും സങ്കടവും ഒരുപോലെ ഉൾക്കൊള്ളാൻ, ഒരുപോലെ സഹിക്കാനുള്ളതായ ഒരു മനസ്ഥിതി ഉണ്ടായിരിക്കണമെന്നർത്ഥം. പിന്നെ ധൈര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞു. ആരാണത്ര ധൈര്യശാലി? ആർക്കാണ് ഏറ്റവും കൂടുതൽ ധൈര്യമെന്ന് പറയുക? 2 എണ്ണത്തെ ജയിച്ച ആൾ. അപ്പോൾ ഏതേ 2 എണ്ണം? അതേ ശ്ലോകത്തിൽ നോക്കിക്കോളൂ. ജിഹ്വ ഉപസ്ഥ ജയോ ധൃതി. ഒന്നുകൂടെ പറയാം. ജിഹ്വ ഉപസ്ഥ ജയോ ധൃതി. ഈ 2ന് ജയിച്ചാണ്. ഈ 2ന് ജയിക്കാൻ വലിയ പ്രയാസ. ജിഹ്വ എന്ന് പറഞ്ഞ നാവ്, ഉപസ്ഥ എന്ന് വെച്ചാൽ കാമാസക്തി ഉണ്ടാക്കുന്ന ഇന്ദ്രിയം. അപ്പോൾ ഈ 2നെയും ജയിക്കാൻ വലിയ പ്രയാസമുണ്ട്. ആർക്ക് ഈ 2നെ ജയിക്കാൻ സാധിക്കുന്നുവോ അതത്രേ അതിധൈര്യമുള്ള ആള്, നല്ല മനോധൈര്യമുള്ള ആള് എന്ന് താല്പര്യം. ദണ്ഡം ന്യാസ പരം ദാന. അടുത്തതായിട്ട് ഭഗവാൻ പറഞ്ഞതാണ് ദാനം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്താണ് ഈ ദാനം? ആർക്കൊന്നും വെറുതെ കൊടുക്കണമെന്ന് തൽക്കാലം പറയുന്നില്ല. എന്നാൽ ദാനം ചെയ്യും വേണം. അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദാനം എന്താ വെച്ചാൽ ദണ്ഡം ന്യാസ. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും ഉപദ്രവിക്കാതിരിക്കുക. ഇതിന് തക്കതായിട്ട് ഒരു ദാനം വേറെയില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയതായിരിക്കുന്ന ദാനം. തപസ് എന്ന് പറഞ്ഞാൽ എന്താ? കാമ ത്യാഗ തപസ്മൃത. ആഗ്രഹങ്ങളെ ഒന്ന് മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ അതെന്തായി തീർന്നു? നല്ല തപസ്സായിട്ട് മാറി. ഇപ്പോൾ നിങ്ങളെല്ലാവരും തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 2 വേദിയിലിരിക്കുന്നവരും നല്ല തപസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്താ വെച്ചാൽ എല്ലാ വ്യാപാരങ്ങളും ഈ ഒരു 1.5 മണിക്കൂർ നേരത്തേക്ക് എല്ലാ വ്യാപാരങ്ങളും മാറ്റി വെച്ചിട്ട് ആണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്, അല്ലേ? അത് വലിയൊരു തപസ്സാണ് അത്. ഇനി ശൗര്യത എന്ന് പറയാറുണ്ട്. സൽസ്വഭാവം ജീവിതത്തിൽ വാർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ശൗര്യമായിട്ട് മാറി. സത്യം എന്ന് പറഞ്ഞാൽ എന്താ? സമദർശന. ഉള്ളതുപോലെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറി? അത് സത്യമായിട്ട് മാറി. നല്ലത് മാത്രം പറയുക കഴിഞ്ഞില്ല. കർമ്മത്തിലും ദേഹത്തിലും ബന്ധം വയ്ക്കാതെ നീങ്ങാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് സന്യാസമായിട്ട് മാറിയെന്നാണ്. സന്യാസം എന്ന് വെച്ചാൽ സമ്യക്കായിട്ട് ത്യജിക്കുക ചെയ്യണത്. അപ്പോൾ ഈ കർമ്മത്തിലും ദേഹത്തിലും ബന്ധം വയ്ക്കാതെ നമുക്ക് നീങ്ങാൻ സാധിക്കുന്നുവെങ്കിൽ അതെന്തായിട്ട് മാറിയിട്ടുണ്ട്? സന്യാസമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ദക്ഷിണ ജ്ഞാന സന്ദേശ. നമുക്കൊക്കെ ധാരാളം കേട്ട് പരിചയമുള്ള വാക്കാണ് ദക്ഷിണ. എന്താണ് ഈ ദക്ഷിണ? അപ്പോൾ ദക്ഷിണ എന്ന് പറഞ്ഞാൽ എന്താ എന്നാണ്. ശ്രദ്ധിക്കണേ. അറിവിനെ പകർന്നു കൊടുക്കുന്നതിനെയാണ് ഈ ദക്ഷിണ എന്ന് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഒരു ഗുരുനാഥനുള്ള ഏറ്റവും വലിയ ദക്ഷിണ എന്താ വെച്ചാൽ ഒരു ഗുരുമുഖത്ത് നിന്ന് എന്താണോ പഠിച്ചത്, എന്താണോ മനസ്സിലാക്കിയത്, ആ മനസ്സിലാക്കിയത് നമുക്കൊരു 2-3 പേർക്കെങ്കിലും അത് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ദക്ഷിണയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പഠിപ്പിച്ചു തന്ന ഗുരുനാഥനോടുള്ള ഒരു ദക്ഷിണയാണത്, അദ്ദേഹത്തിനുള്ള ഒരു ദക്ഷിണയാണത്. അപ്പോൾ ദക്ഷിണ ജ്ഞാന സന്ദേശ മറക്കരുത്. അപ്പോൾ അറിവിനെ, ജ്ഞാനത്തെ ഒളിപ്പിച്ചു വെക്കാൻ പാടില്ല. പലവട്ടം പറഞ്ഞതാ. അപ്പോൾ എന്താണോ പഠിച്ചത്, എന്താണോ മനസ്സിലാക്കിയത്, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക വെച്ചാൽ അങ്ങനെ വേറെ ആർക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല.
നമുക്ക് സ്വാതന്ത്ര്യമുള്ളവരോട് പറയുക. അത് മക്കളാവാം, മക്കളുടെ മക്കളാവാം, ബന്ധുക്കളാവാം, അടുത്ത സുഹൃത്തുക്കളാവാം. അവരോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു ദക്ഷിണയായിട്ട് മാറി. ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് പ്രാണായാമമൊക്കെ ശീലിക്കലാണ്. അപ്പോൾ ഈ പ്രാണായാമമൊക്കെ ശീലിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ബലമായിട്ട് മാറി എന്ന് അർത്ഥം. ഇനി ഉള്ളിൽ ഭക്തി ഉണ്ടാവുക വലിയ ലാഭമാണ്. അപ്പോൾ നഷ്ടമോ അതില്ലാതിരിക്കുക. അടുത്തത് ദരിദ്രൻ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തൃപ്തിയില്ലാത്ത ആളെയാണ് ദരിദ്രൻ എന്ന് പറയുന്നത്. എത്ര കിട്ടിയാലും പോരാ 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 എന്ന് ആരുടെ മനസ്സ് പറയുന്നുവോ അത് ദരിദ്രനാണ്. എന്നാൽ ഉള്ളതിൽ ആർക്കാണോ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നത് അതാരാണത്രേ? അത് ധനികനുമാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഏത് തലത്തിലേക്ക് ഉയരുക? ധനികാവസ്ഥയിലേക്ക് ഉയരുക. അപ്പോൾ നമ്മളെല്ലാവരും ധനികരായിട്ട് തീരണം. ഇവിടെ പണത്തെ ആധാരമാക്കിയിട്ടല്ല ധനിക ദരിദ്ര എന്ന് തൽക്കാലം പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം സ്വർഗം എവിടെയെന്ന് ചോദിച്ചു, അതേപോലെ നരകം എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ സാധാരണ ഈ സ്വർഗം എവിടെയെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മളൊക്കെ മുകളിലേക്ക് നോക്കും, അല്ലേ? സ്വർഗം അവിടെ ഉണ്ടെന്നാ, മുകളിൽ എവിടെയോ ഉണ്ടെന്നാ. എന്നാൽ എത്ര മേലോട്ട് പോയി കഴിഞ്ഞാലും ഈ സ്വർഗം എന്ന് പറയുന്ന സ്ഥലത്തൊന്നും തൽക്കാലം ആരും എത്താൻ പോകുന്നില്ല. കാരണം അത് മുകളിലല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ സ്വർഗം എവിടെ എന്ന് ചോദിച്ചാൽ ഇവിടെ തന്നെ, നരകം എവിടെയെന്ന് ചോദിച്ചാൽ അതും ഇവിടെ തന്നെ. അപ്പോൾ ആരുടെ ഉള്ളിലാണോ, ശ്രദ്ധിക്കണേ, ആരുടെ ഉള്ളിലാണോ സത്വഗുണം നന്നായിട്ടുള്ളത് ആ വ്യക്തികൾ ജീവിക്കുന്നത് സ്വർഗത്തിലാണ്. ആരുടെ ഉള്ളിലാണോ തമസ്, ഈ തമോ ഗുണം ഒരു പരിധി വിട്ടുള്ളത്, അവർ ഓരോരുത്തരും ജീവിക്കുന്നത് നരകത്തിൽ ആണ് എന്നും തിരിച്ചറിഞ്ഞുകൊള്ളുക, മനസ്സിലാക്കിക്കൊള്ളുക. അടുത്ത ഒരു ചോദ്യം ചോദിച്ചു, പണ്ഡിതൻ ആരാണ്? ഒപ്പം മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചു, പാമരൻ ആരാണ്, വിഡ്ഢി ആരാണ് എന്ന്. അപ്പോൾ ദേഹി ബന്ധത്തെ നന്നായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ഒരു വ്യക്തി പണ്ഡിതനാണ്. എന്നാൽ ഞാൻ ദേഹമാണ് എന്ന് അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി പാമരനുമാണ് എന്ന് മനസ്സിലാക്കുക. വീട് എവിടെയാണ് എന്ന് ചോദിച്ചു. വീട് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ ഒറ്റ വാക്കിൽ മറുപടി കൊടുത്തു, ഇവിടെ എന്ന് പറഞ്ഞു. ഏതാ ഇവിടെ? ഗൃഹം, ശരീരം, മാനുഷ്യം. അപ്പോൾ നമുക്കൊക്കെ ഭവനമായിട്ട് തീരണത്, നമുക്കൊക്കെ വീടായിട്ട് തീരണത് മറ്റൊന്നുമല്ല, ഇവിടെ തന്നെയാണ്. ഇതന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഭവനം എന്ന് തിരിച്ചറിയുക. ആയതിനാൽ ഹേ പ്രിയപ്പെട്ട ഉദ്ധവരെ, അങ്ങയുടെ കുറേ ചോദ്യങ്ങൾക്കാണ് ഇവിടെ മറുപടി തന്നിരിക്കുന്നത്. 20-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, ഉദ്ധവരെ, വിദ്വത് മാർഗം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യണം? അവസാനം വരെ കാത്തിരിക്കരുത്. ക്ഷമിക്കുക, ഈ ഒരു അധ്യായം കൂടെ നോക്കാം. സമയം ഈ ഒരു അധ്യായം കൂടെ നോക്കിയാൽ എന്നുവെച്ചാൽ അതായിട്ട് ബന്ധപ്പെട്ടതാണ് 20. അതുകൊണ്ട് നോക്കിയിട്ട് നിർത്താം. ശ്രദ്ധിക്കണേ. അപ്പോൾ വിദ്വത് മാർഗം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അവസാനം വരെ കാത്തിരിക്കാൻ പാടില്ല എന്നാണ്. തൻ്റെ അവസാനം ആകുന്നതിന് മുമ്പ് തന്നെ ലക്ഷ്യത്തിൽ എത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കണം. 20-ാമത്തെ അധ്യായത്തിലെ 14, 15, 16, 17 ഇത്രയും ശ്ലോകങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 20-ാമത്തെ അധ്യായത്തിൽ 14, 15, 16, 17 ഇത്രയും ശ്ലോകങ്ങൾ നോക്കാം. ഏതത് വിദ്വാൻ പുരാമൃത്യോരഭവായ ഘടേതസാ അപ്രമത്ത ഇതം ജ്ഞാത്വാ മർത്യമപ്യർത്ഥസിദ്ധിതം ഛിദ്യമാനം യമൈരൈതൈഃ കൃതനീടം വനസ്പതിം ഗഗസ്വകേതമുത്സൃജ്യ ക്ഷേമം യാതി ഹ്യലംബട അഹോരാത്രൈഃ ഛിദ്യമാനം ബുദ്ധ്വായുർഭയവേപധു മുക്തസംഗഃ പരം ബുദ്ധ്വാ നിരീഹ ഉപശാമ്യതി. മനസ്സിലാക്കണേ. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ വിദ്വത് മാർഗം ആഗ്രഹിക്കുന്നവര്, ഈശ്വരപാദം കൊതിക്കുന്നവര് അവസാനം വരെ കാത്തിരിക്കാൻ പാടില്ല എന്ന് നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അത് സ്പഷ്ടമാക്കണു ചെറിയൊരു ഉപമയിലൂടെ. ഛിദ്യമാനം യമൈരൈതൈഃ കൃതനീട്ടം വനസ്പതി ഗഗസ്വകേതം ഉത്സൃജ്യ ക്ഷേമം യാതി ഹ്യലംബട. ശ്രദ്ധിക്കാം. ഒരു മരത്തിൽ
കൂട് കൂട്ടിയിട്ട് ധാരാളം പക്ഷികൾ താമസിക്കണമെന്ന് വിചാരിക്കുക. ഒരു മരം വെട്ടുകാരൻ ഈ മരം വെട്ടിയിടാനായിട്ട് വന്നു. അയാൾ കോടാലി കൊണ്ട് മരം വെട്ടാൻ തുടങ്ങി. ആദ്യത്തെ കൊത്ത് മരത്തിൽ വീഴേണ്ട താമസം. ഈ പക്ഷികൾ അപകടം മനസ്സിലാക്കി. ഈ പക്ഷികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉടനെ അടുത്ത വൃക്ഷം തേടി പോകുന്നുണ്ട്. അവസാനത്തെ വെട്ടാവണത് വരെ ഒരിക്കലും ഈ പക്ഷികളെ കാത്തു നിൽക്കില്ല. എന്നാൽ വിഷയികളായിരിക്കുന്ന മനുഷ്യരെങ്ങനെയാണോ? അപ്പോൾ അതാ ഗംഭീരമായിട്ട് മഴ പെയ്ത് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായുള്ള അണക്കെട്ടൊക്കെ അങ്ങോട്ട് തുറന്ന് വിട്ട് പടപടാന്ന് വെള്ളം അങ്ങോട്ട് കയറാൻ തുടങ്ങി. ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കയറി വരുന്ന സമയത്ത് അതാ മുറ്റത്ത് വെള്ളത്തിയപ്പോൾ തോന്നി ഇത് അത്രയേ നിൽക്കുള്ളൂ. അപ്പോഴേക്ക് കുറച്ചുകൂടെ അകത്തേക്ക് വെള്ളമെത്തി. മുട്ടോളം വെള്ളമേ ഉണ്ടാവുള്ളൂ. അല്ല, പെട്ടെന്ന് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അരയോളം വെള്ളമായി, കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ കഴുത്തോളം വെള്ളമായി. എന്നാൽ അത്രയേ ഉണ്ടാവുള്ളൂ, മുകളിലേക്ക് വരെ ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ കിട്ടിയൊക്കെ പറക്കി പിടിച്ച് മുകളിൽ കൊണ്ടുവച്ചു. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴോ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും മുകളിലേക്കും വെള്ളം കയറി. എന്നാ ഈ ലക്ഷണം കാണുമ്പോൾ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീങ്ങിയാൽ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ പക്ഷികൾ എന്താ ചെയ്യണത്? അവർ അപകടം മണത്തറിഞ്ഞ് അവർ അടുത്ത ലക്ഷ്യം തേടിപ്പോകുന്നുണ്ട്. ഇതേപോലെ അഹോരാത്രി ഈ ജീവിതമാകുന്ന ഈ വൃക്ഷത്തെ കാലമാകുന്ന പുരുഷൻ ഇരുതല മൂർച്ചയുള്ള കോടാലി കൊണ്ട് വെട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താ കോടാലിയുടെ പേര്? ആ കോടാലിയുടെ പേരാണ് അഹോരാത്ര, പകലും രാത്രിയും. ആ പകലും രാത്രിയുമാകുന്ന ആ കോടാലി കൊണ്ട് വെട്ടിക്കൊണ്ടേയിരിക്കുകയാണത്. ചുരുക്കം പറഞ്ഞാൽ ഓരോ ദിവസം കഴിയും തോറും ആയുസ് കുറഞ്ഞ് 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 വരണു, മരണത്തോട് അടുത്തടുത്ത് പോകണമെന്നർത്ഥം. അപ്പോൾ ഇനിയെങ്കിലും വൈകരുതേ. ഇത്രയും കാലം പോയെങ്കിൽ പോട്ടെ, സാരമില്ല. അപ്പോൾ കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അപ്പോൾ ഇനിയെങ്കിലും ശേഷം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ ദിവസമെങ്കിലും എന്തുണ്ടാവട്ടെ? നല്ല ഈശ്വര സ്മരണയോട് കൂടിയിട്ട് കഴിയാൻ സാധിക്കട്ടെ എന്നർത്ഥം. അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു, നൃദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന നഭസ്വതേരിതം പുമാൻ ഭവാബ്ധിം തരേൽ സാത്മഹ. ദുർലഭമായിട്ട് കിട്ടിയതാണ് നമുക്കൊക്കെ ഈ ശരീരം. അപ്പോൾ ഈ ശരീരത്തെ ഒരു കപ്പലിനോട് ഉപമിച്ചു. സാധാരണ ഒരു കപ്പലല്ല, പായക്കപ്പൽ. പണ്ട് കാലത്ത് ഈ പായക്കപ്പലാണല്ലോ, പായക്കപ്പലിനോട് ഉപമിച്ചു. ശ്രദ്ധിക്കാം, ഈ ശരീരത്തെ ഇത് വെള്ളത്തിലിറക്കി ഗുരുനാഥനാകുന്ന ഒരു കർണികാരനെ കിട്ടിയിട്ടുമുണ്ട്. ഇപ്പോൾ ജീവിതത്തിൽ ഒരു ക്യാപ്റ്റൻ ഉണ്ട്. ആരാ? അത് ഗുരുനാഥനാണ്. അപ്പോൾ ഗുരുനാഥനാകുന്ന ഒരു കർണികാരനെ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. മനസ്സാകുന്ന നല്ലൊരു പായയുണ്ട്. അനുകൂലമായിട്ട് കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ സാഹചര്യങ്ങൾ ഇങ്ങനെ അനുകൂലമാവുന്ന സമയത്ത് എന്ത് വേണം? ഈ പായ വേണ്ട രീതിയിൽ നിവർത്തിപ്പിടിച്ചിട്ട് ലക്ഷ്യമായ തുറമുഖത്തിലേക്ക് എത്രയും വേഗം ഈ കപ്പൽ അടുപ്പിക്കാനാണ് നോക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമുക്ക് കാലം അനുകൂലമാണ് അല്ലേ? കഴിഞ്ഞ തലമുറയിൽപ്പെട്ടവർക്ക് ഇത്ര ഭാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. സത്യം പറയാം. എന്നുവെച്ചാൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള ജാതീയ വ്യവസ്ഥകൾ കാരണം പലയിടത്തും പോകാനോ ഇങ്ങനെയുള്ള കാര്യക്രമങ്ങളിൽ സ്വതന്ത്രമായിട്ട് പങ്കെടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതാണോ? ഇപ്പോൾ അതല്ല. എല്ലാവർക്കും 2 കൊല്ലം മുമ്പ് വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പോയിട്ടിരിക്കണമായിരുന്നു. ഇപ്പോഴോ സപ്താഹയജ്ഞം പോലെയുള്ള യജ്ഞങ്ങൾ, സത്സംഗങ്ങളൊക്കെ നമ്മുടെ വീടിനകത്തേക്ക് താനേ കയറി വരിക ചെയ്യണത്. വീടിനകത്ത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കയ്യിൽ വന്നു കഴിഞ്ഞു അല്ലേ? നമ്മുടെ കയ്യിൽ ഇങ്ങനെയുള്ള ഉപകരണങ്ങളിലൂടെ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ കയ്യിൽ കിട്ടിയതൊന്ന് ഹൃദയത്തിലേക്ക് എടുത്തു വെച്ചൂടെ? എന്തിനാ വൈകുന്നത് അല്ലേ? വൈകണോ? അരുതേ, വൈകാൻ പാടില്ല. ഇത്രയൊന്നും ഭാഗ്യം നമ്മുടെ കാരണവന്മാർക്ക് കിട്ടിയിട്ടില്ല. ഇനി അടുത്ത കാലം എങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ കാറ്റ് എപ്പോഴും അനുകൂലമായിട്ട് വീശിക്കൊള്ളണമെന്നില്ല. അപ്പോൾ സമർത്ഥനായിരിക്കുന്ന ഒരു നാവികൻ എന്താ വേണ്ടത് വെച്ചാൽ, നമ്മളൊക്കെ നാവികന്മാരാണ്. ഈ സംസാരത്തിൽ കപ്പലിറക്കിയിട്ട് ഈ കപ്പൽ ഓട്ടിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ശരീരമാകുന്ന നൃദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം എന്ന് വെച്ചാൽ കപ്പൽ. അപ്പോൾ അങ്ങനെ ഒരു കപ്പൽ ഓട്ടിക്കുന്നവരാണ് നമ്മളൊക്കെ.
അപ്പോൾ അനുകൂലമായ കാറ്റ് വീശുമ്പോൾ സമർത്ഥനായിരിക്കുന്ന നാവികൻ ആ ദിശയിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്രയും വേഗം നീക്കണം. അല്ലെങ്കിലോ അടുത്തത് കാറ്റ് പ്രതികൂലമായി കഴിഞ്ഞാൽ ലക്ഷ്യത്തിലെത്താൻ ഇനിയും ഒരുപാട് വൈകുമെന്ന് അർത്ഥം. അപ്പോൾ ആരും ഒന്നിനെയും കാത്തു നിൽക്കരുത്. വേണ്ടത് എന്താ വെച്ചാൽ എത്രയും വേഗം ജാതശ്രദ്ധ മൽകഥാസു നിർവിണ്ണ സർവകർമ്മസു വേത ദുഃഖാത്മകാൻ കാമാൻ പരിത്യാഗേപ്യനീശ്വര. എത്ര മനോഹരമായിട്ട് ആ ഭഗവാൻ പറയണ നോക്കും. എത്ര സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടു കൂടിയിട്ടാണ് ആ ഉദ്ധവർക്ക് ആ ഭഗവാൻ പറഞ്ഞു കൊടുക്കണത്. എന്നിൽ നല്ല ശ്രദ്ധയുണ്ടാവട്ടെ. നാൾക്ക് നാൾ ആ ശ്രദ്ധയെ വർദ്ധിപ്പിക്കുക, തിരിച്ചറിയുക. എന്താ തിരിച്ചറിയേണ്ടത്? കാമനകൾ മുഴുവൻ, കാമനകളായിട്ട് ബന്ധപ്പെട്ട സർവകാര്യങ്ങളും ദുഃഖത്തെ മാത്രം തരുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പതുക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുക. പലവട്ടം ഇവിടെ പറഞ്ഞതാണല്ലോ, പ്രോക്തേന ഭക്തിയോഗേന ഭജതോ മാസകൃന്മുനേ കാമാ ഹൃദയ്യാ നശ്യന്തേ സർവേ മയി ഹൃദിസ്ഥിതേ. പ്രിയപ്പെട്ടവരെ, പലവട്ടം ഭഗവാൻ പറഞ്ഞെന്ന് വെച്ചാൽ മുമ്പും പലവട്ടം പറഞ്ഞതാണെന്ന്. ഇപ്പം നമ്മൾ തന്നെ ശ്രദ്ധിക്കണേ, 40ാമത്തെ ദിവസമാണെന്ന് അല്ലേ? 40ാമത്തെ ദിവസം. അപ്പോൾ കഴിഞ്ഞ ഈ 40 ദിവസമായിട്ട് കുറേ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേണ്ട്. ഭക്തിമാർഗം, ഭക്തി വിഷയങ്ങൾ തന്നെയാണ് നാം ഇവിടെ കേട്ടതും പറഞ്ഞതും ഒക്കെ. പക്ഷേ അത് അകത്തേക്ക് എടുത്തു വയ്ക്കാൻ മറന്നു പോകരുതേന. ചിലപ്പോൾ നമ്മൾക്ക് അതൊക്കെ പറ്റിപ്പോവാറുണ്ട്. എവിടെയും തിടുക്കായിട്ട് പോണ സമയത്ത് പലതും കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കും. പക്ഷേ ചിലപ്പോൾ വേണ്ടപ്പെട്ടത് ചിലപ്പോൾ എടുക്കാൻ മറന്നുപോവുകയും ചെയ്യും, വേണ്ടാത്തേക്ക് എടുത്തു കൊണ്ടുപോവുകയും ചെയ്യും. അപ്പം അങ്ങനെ ആവരുത്. ഇപ്പോൾ നാളെ സമാപനമാണ്, നാളെ കഴിയാണ്. അപ്പോൾ ഒരുപാട് സംഗതികൾ ഇന്ന് മുതൽ പാക്കിംഗ് തുടങ്ങണം. അപ്പോൾ ഒരുപാട് സംഗതികൾ ഇവിടെ തന്നിട്ടുണ്ട്, നിരത്തി വെച്ചിട്ടുണ്ട്. അതിൽ വേണ്ടത് എടുക്കാൻ മറന്നു പോകരുതേ. വേണ്ടാത്ത എടുക്കണ്ട, ഉൾക്കൊള്ളാൻ പറ്റാത്തൊക്കെ അവിടെ കണ്ട് കളഞ്ഞോളൂ. പക്ഷേ വേണ്ടത്, നല്ലതായിട്ട് തോന്നിയത് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ബന്ധുക്കളെ എടുക്കാൻ മറന്നു പോകരുത്, ഹൃദയത്തോട് ചേർക്കാൻ മറന്നു പോകരുത്. അതുതന്നെയാണ് ഭഗവാൻ പറഞ്ഞത്. ഇത്രയും ദിവസം കുറേ ഭക്തിമാർഗങ്ങൾ പറഞ്ഞു തന്നു, ഭക്തിയോഗത്തെ വിസ്തരിച്ച് തന്നിട്ടുണ്ട്. അത് എടുത്തു വയ്ക്കാൻ മറന്നു പോകരുത്. അത് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഈ പറഞ്ഞു തരുന്നതിന് പരിധിയുണ്ടെന്നാണ്. എല്ലാം ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു തരുന്നതിന് പരിധിയുണ്ട്. അപ്പോൾ വേണ്ടത് ഈ കേട്ടതിനെ കുറേ മനനം ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ കുറേ ആശയങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ പഠിക്കേണ്ടതായ സമ്പ്രദായത്തിൽ പഠിച്ച് മനസ്സിലാക്കി ഉള്ളിൽ ബാധിച്ചതായിരിക്കുന്ന അജ്ഞാനമാകുന്ന ഗ്രന്ഥിയെ ഉടച്ചു കളയാം. ഒരു ഉപനിഷത്ത് വാക്യം ശ്ലോക രൂപത്തിൽ ഭാഗവതം ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 30ാമത്തെ ശ്ലോകം, 20ാമത്തെ അധ്യായത്തിലെ 30ാമത്തെ ശ്ലോകം. ആദ്യ ദിവസവും ഈ ശ്ലോകത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക. ഭിദ്യത്തെ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാ ക്ഷീയന്തേ ചാസ്യ കർമാണി മയി ദൃഷ്ടേ അഖിലാത്മനി. ഭിദ്യത്തെ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാ ക്ഷീയന്തേ ചാസ്യ കർമാണി മയി ദൃഷ്ടേ അഖിലാത്മനി. പഠിച്ചോളൂ കേട്ടോ, നന്നായിട്ട് പഠിച്ചോളാം. അങ്ങനെ നന്നായിട്ട് പഠിച്ച് ഉള്ളിൽ ബാധിച്ചതായിരിക്കുന്ന അജ്ഞാനത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി തീർക്കുക. ഹൃദയഗ്രന്ഥിയെ ഉടയ്ക്കുക. ഏതീ ഹൃദയഗ്രന്ഥി? അജ്ഞാനാകുന്ന ഗ്രന്ഥി കെട്ടുപാടുകൾ, അതിനെ കുടച്ച് ലക്ഷ്യത്തിൽ എത്താനായിട്ട് നോക്കുക. ആയതിനാൽ തസ്മാത് മൽഭക്തിയുക്തസ്യ, എന്നെ മറക്കരുതേ, തസ്മാൽ മൽഭക്തിയുക്തസ്യ യോഗിനോ വൈ മദാത്മന ന ജ്ഞാനം ന ച വൈരാഗ്യം പ്രായ ശ്രേയോ ഭവേതിഹ. നല്ലൊരു മാർഗത്തിലൂടെ സഞ്ചരിക്കാം.
ജ്ഞാനത്തിന് തടസ്സമാകുന്ന ഒന്നും സ്വീകരിക്കാതിരിക്കുക, ഒന്നും നോക്കാതിരിക്കുക. ഇതുകൊണ്ട് ലഭിക്കാത്തതായിട്ട് യാതൊന്നുമില്ല. ഈ ഭക്തി കൊണ്ട് എവിടെയാണോ എത്തേണ്ടത് അവിടെ ആ ഭഗവാൻ എത്തിച്ചിരിക്കും എന്ന കാര്യം ഉറപ്പ്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ വിഷയങ്ങൾ ശ്രദ്ധയോടുകൂടിയിട്ട് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ജീവിതത്തിൽ ശ്രേയസ്സുണ്ടാകും, ക്ഷേമമുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് 20ാമത്തെ അധ്യായം അവിടെ സമാപിക്കുന്നത്. പ്രിയ ബന്ധുക്കളെ, ഏകാദശം അങ്ങനെ എളുപ്പത്തിൽ തീരുമൊന്നുമില്ല. ഇന്ന് ഈ സന്ദർഭത്തിൽ ഈ സമയത്ത് ഈ 9:53 നാം എത്തി നിൽക്കുന്നത് ഏകാദശത്തിലെ 20ാമത്തെ അധ്യായത്തിലാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ഏകാദശത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഒരു തവണ കൂടി ഇങ്ങനെ ഇരിക്കണം, നിങ്ങളെല്ലാവരും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്ന് അടുത്തൊരു സെഷൻ എന്ന് പറയുന്നത് രാത്രിയാണ്. 7:30 മുതൽ ഏകദേശം ഒരു 8:45 വരെ, 8:45 വരെ നമുക്ക് ഇരിക്കാം. ആ സമയത്ത് ഏകാദശം നമുക്ക് സമർപ്പിക്കാം. സത്യത്തിൽ ഇപ്പോൾ ഏകാദശം അങ്ങോട്ട് തീർക്കണം, സമർപ്പിക്കണം എന്ന് കരുതിയതായിരുന്നു, പക്ഷെ സാധിച്ചിട്ടില്ല. 20 എത്തിയിട്ടേ ഉള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് നോക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ ഇന്ന് വൈകിട്ട് നോക്കാം. അപ്പോൾ 40A എന്ന പേരിൽ എണ്ണം തെറ്റണ്ട, ഇത് 40ാമത്തെ ഭാഗമാണിത്. അപ്പോൾ ഇന്ന് ഒന്നും കൂടി ഉള്ളതുകൊണ്ട് 40A എന്ന പേരിൽ രാത്രി 7:30 വീണ്ടും വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാവണം. വളരെ വിശേഷപ്പെട്ട കുറേ കാര്യങ്ങൾ ആ സമയത്ത് പറയാനായിട്ടുണ്ട്. പ്രാധാന്യമുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് ഉണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണം. അത് മാത്രം പോരാ, നിങ്ങളുടെ സ്വാധീനത്തിലുള്ള എല്ലാവരെയും ഈ വിവരം ഒന്ന് അറിയിക്കുക. എത്രത്തോളം പേർക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുമോ അത്രത്തോളം പേരെ ഇതിൽ പരമാവധി പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിക്കുക. വൈകിട്ട് 7:30 മുതൽ 8:45 വരെ ഭഗവാന്റെ സ്വർഗാരോഹണം വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ടൊന്ന് ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണം.